ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. വിവിധ വിഷയങ്ങൾ മനുഷ്യനെ വല്ലാണ്ട് അലട്ടുന്ന ഒരു കാലത്തിലാണ്, വല്ലാത്തൊരു ദുഷ്കാലത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. മലയാളത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ട ഒരു ശ്രേഷ്ഠ എഴുത്തുകാരനുണ്ട്, സുഭാഷ് ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ സുന്ദരമാണ്. അദ്ദേഹത്തിന്റെ എഴുത്തിലെ സൂചനകൾ, വാക്കുകൾ വളരെ ശ്രദ്ധേയവുമാണ്. അഭയപ്പെടുവാൻ ഒരാശ്രയമോ ഒരു നല്ല പ്രത്യയശാസ്ത്രമോ ഒരു നല്ല മാതൃകാ പുരുഷനോ ഇല്ലാതെ നാം വല്ലാതെ കുഴയുന്ന ഒരു ദുഷ്കാലത്താണ് ജീവിക്കുന്നത്. ആമുഖത്തിൽ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു അതിജീവനത്തിന്റെ വഴിത്താരയിലാണ്. ഈ അതിജീവനത്തിന്റെ വഴിത്താരയിൽ നമുക്ക് അഭയമായിട്ടുള്ളത്, ആശ്രയമായിട്ടുള്ളത്, മാനുഷിക ബുദ്ധിയിൽ നിന്നും മെനഞ്ഞെടുക്കുന്ന അകലം പാലിക്കലുകളോ മുഖമൂടി ധരിക്കുന്നതോ കൈ കഴുകുന്നതോ സാനിറ്റൈസ് ചെയ്തൊന്നുമല്ല. അതിലൊക്കെ അപ്പുറമായി തമ്പുരാനോട് ആവോളം ചേർന്നു നിൽക്കുന്നതാണ് അതിജീവനത്തിന്റെ സുന്ദരമായ വഴി. പ്രത്യേകാൽ ഈ പരിശുദ്ധ നോമ്പുകാലത്ത് നാം ആ വഴി കണ്ടെത്താൻ തക്കവണ്ണം ഇടയാണ്. ധ്യാനപ്രസംഗങ്ങളും സുവിശേഷ യോഗങ്ങളുമൊക്കെ അറിവ് വർദ്ധിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. പലപ്പോഴും പ്രസംഗത്തിനായിട്ട് വരുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ പേപ്പറും പേനയും എടുത്ത് എഴുത്തു തുടങ്ങാറുണ്ട്. ഞങ്ങൾ അത് ചെയ്യാറുണ്ട്. അത് അറിവ് വർദ്ധിക്കുന്നതിന് വേണ്ടിയല്ല. അറിവ് വർദ്ധിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. വിരൽ തുമ്പിലാണ് നമ്മുടെ അറിവ്. ഗൂഗിളിൽ ബ്രൗസ് ചെയ്താൽ കിട്ടാത്തൊന്നുമില്ല. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മേളിൽ എന്നൊക്കെ പണ്ട് പറയുന്ന ഒരു പ്രാസം ഉണ്ടായിരുന്നു. അപ്പൊ അത് പോയിട്ട് പ്രപഞ്ചത്തിന്റെ നിഗൂഢ രഹസ്യങ്ങളൊക്കെ വിത്തിൻ ഇൻവേർട്ട് കോമ ഒരു മറയുമില്ലാതെ വിരൽ തുമ്പിൽ കിട്ടുകയാണ്. അപ്പൊ അറിവ് സമ്പാദിക്കാനുള്ളതല്ല ഇപ്രകാരമുള്ള ശുശ്രൂഷ. ചില പ്രസംഗങ്ങൾ കഴിയുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ പറയാറുണ്ട്, നല്ല രസമായിരുന്നു, 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. രസിക്കാനുള്ളതല്ല ശുശ്രൂഷ, ധ്യാനം. അതിന് കോമഡി ഷോ ഒക്കെ ഉണ്ടല്ലേ, എന്തോരം ഉണ്ട് നമുക്കറിയാം. ഒന്നിനു മാറി ഒന്ന് ഏതെല്ലാം വിധത്തിലുള്ളത്. അപ്പൊ രസിക്കാനുള്ളതല്ല ഈ ശുശ്രൂഷ. വിജ്ഞാനം സമ്പാദിക്കാനുള്ളതല്ല ഈ ശുശ്രൂഷ. ഈ ശുശ്രൂഷ ആത്മാവിനോട് സംവദിക്കുവാനായിട്ട് സാധിക്കണം. ഹൃദയങ്ങളോട് സംവദിക്കാൻ സാധിക്കണം. അസ്താത്യസുരുവിനൊക്കെ പറയുമായിരുന്നു, ആത്മാക്കളെ നേടുന്നതാവണം ശുശ്രൂഷ. ഈ അടുത്ത കാലത്ത് ക്രിസോസ്റ്റമോസ് തിരുമേനി പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ആത്മാവിന് സാന്ത്വനം പകരുന്നതാവണം ശുശ്രൂഷ. അച്ഛനെ ഓർമ്മിപ്പിച്ചതും അത് തന്നെയാണ്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പിതാക്കന്മാരുടെ പാദസ്പർശമേറ്റ ഈ മണ്ണ്, അമ്മ ചേർത്ത് പിടിക്കുന്ന ഈ മണ്ണ്, ഒന്ന് ചേർന്നിരിക്കാൻ, ഒന്നും കേൾക്കണ്ട. ബുദ്ധിപരമായ അറിവൊന്നും നമുക്ക് ആവശ്യമില്ല. അതിനപ്പുറമായി എൻ്റെ ഹൃദയത്തെ ഒന്ന് തമ്പുരാനോട് ചേർത്ത് വെക്കുവാൻ, അവന്റെ ശാന്തശബ്ദത്തിന് ഒന്ന് കാതോർക്കാൻ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലിയാ പ്രവാചകന് ഹൊറേബിൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടായി. സൂക്ഷ്മതയോടെ നോക്കി, ദൈവസാന്നിധ്യം കാണുന്നില്ല. വലിയ അഗ്നി ജ്വലിച്ചു, കാണുന്നില്ല. ഭൂകമ്പമുണ്ടായി, ശബ്ദം കേൾക്കുന്നില്ല. പക്ഷെ ഒരു ചെറിയ മന്ദമാരുതൻ കടന്നുപോയപ്പോൾ തമ്പുരാൻ ഹൃദ്യമായി സംസാരിക്കുക. തമ്പുരാന്റെ ശബ്ദത്തിന് കാതോർക്കുന്നതാവട്ടെ ഈ പകൽക്കാലം. മനുഷ്യ ശബ്ദമോ ബുദ്ധിയോ ഒന്നും കേൾക്കാനല്ല, തമ്പുരാന്റെ അനുഗ്രഹകരമായ ശബ്ദത്തിന് കാതോർക്കാൻ തക്കവണ്ണം ഇവിടെയാവണം. നോമ്പുകാലമാ. നോമ്പ് എന്തിനുള്ളതെന്നറിയാം? നോമ്പ് നമ്പാനായിട്ടുള്ളതാണ്. ഞാനും നിങ്ങളൊക്കെ പലരെയും നമ്പാറുണ്ട്, പലതിനും പലപ്പോഴും നമ്പാറുണ്ട്.
എന്നിട്ട് മറുപടി പറയാറുണ്ട്, അവനെയൊന്നും നമ്പിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ലോകത്തിലുള്ള ആളുകളെയൊക്കെ നമ്പിയ വലിയ കാര്യമൊന്നുമില്ല. മനുഷ്യനെ നമ്പുന്നതിന് പരിധിയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. അപ്പൊ യഹോവയെ നമ്പുന്നതാണ് ഈ നോമ്പ്. തമ്പുരാനെ നമ്പാൻ കഴിയണം. അവൻ കാലുമാറുന്നവനല്ല, അവൻ മാറ്റിപ്പറയുന്നവനല്ല, നിന്നെ കേൾക്കുന്നതിന് ക്ഷമയില്ലാത്തവനല്ല. ഞങ്ങളോടൊക്കെ വല്ലതും പറയാൻ വന്ന ഇപ്പൊ ഇച്ചിരി തിരക്കായില്ല, ഞങ്ങൾ പറയുന്നത് സാധാരണ. ഒരു തിരക്കില്ലാത്തൊരു മനുഷ്യൻ നമ്മളോടൊപ്പം ഉണ്ട്. ഒരു തിരക്കില്ലാത്തൊരു സ്ത്രീ ഇവിടെ ഇരിപ്പുണ്ട്. 24 മണിക്കൂറും കണ്ണും കാതും തുറന്നു. ദിനവൃത്താന്ത പുസ്തകത്തിൽ യെരൂശലേം ദേവാലയത്തിന്റെ നിർമ്മിതിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, 7-ാം അധ്യായം 15-16 വാക്യത്തിൽ പറയുന്നുണ്ട്, അവന്റെ കണ്ണ് തുറന്നിരിക്കുന്ന ഇടം, കാത് തുറന്നിരിക്കുന്ന ഇടം, അവന്റെ ഹൃദയം തുറന്നിരിക്കുന്ന ഇടം. എവിടെ അത്? ആലയം. അതുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയിൽ തമ്പുരാനെ നമ്പാനുള്ള സന്ദർഭമായത്. അതാണ് നോമ്പ് ശരിക്കും. ഈ നോമ്പൊന്ന് കുനിയാനുള്ളതാ. നമുക്ക് പറ്റുന്നില്ല കുനിയാൻ. കുമ്പിടിയിലുണ്ട് 40 പ്രാവശ്യം. ഇത് കഴിയുമ്പോൾ ഒന്ന് കുനിയാൻ സാധിക്കണം. ഇന്ന് മനുഷ്യന്റെ വലിയ പ്രശ്നം ഇതാ, എങ്ങും കുനിയാൻ പറ്റുന്നില്ല. ജീവിത പങ്കാളിയുടെ മുമ്പിൽ ഒന്നും കുനിയാൻ പറ്റുന്നില്ല, തമ്പുരാന്റെ മുമ്പിൽ കുനിയുന്നില്ല. ആരുടെയും മുമ്പിൽ കുനിയാൻ നമുക്ക് മനസ്സില്ല. നമ്മുടെ അഹന്തയും ധാർഷ്ട്യവും ഒന്നും അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചാട്ട് അമ്മമ്മയുടെ പണി നോക്കാൻ പറയല്ലേ, അങ്ങനല്ലേ പറയുന്നത്? അപ്പയുടെ പണി നോക്കാൻ പറയും. ആരുടെയും മുമ്പിൽ താണു കൊടുക്കാൻ പറ്റില്ല. അപ്പയ്ക്ക് എന്നെ അറിയാം, അമ്മയ്ക്ക് എന്നെ അറിയാം. നമ്മുടെ മുമ്പിലുള്ളവരെല്ലാം പൊട്ടന്മാരും മണ്ടന്മാരും എന്നൊക്കെ തോന്നില്ല. ഞങ്ങളൊക്കെ പറയാൻ നിൽക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ തോന്നല് ചിലപ്പോ അതാ പലപ്പോഴും. അപ്പൊ ആരുടെയും മുമ്പിൽ കുനിയാൻ നമുക്ക് പറ്റുന്നില്ല. ഒന്ന് കുനിയാൻ സാധിക്കണം. നോമ്പ് കുനിയുന്നതിനാണ്. എന്തിനാ നമ്മൾ കുനിയുന്നത്? തമ്പുരാൻ ഈ മണ്ണിലൊന്ന് കുനിഞ്ഞു ആദ്യം. ഇതിനു വേണ്ടിയാ കുനിഞ്ഞ്. ഏദൻ തോട്ടത്തിൽ തമ്പുരാൻ മുട്ടുമേലിരുന്നു. എന്തിനു വേണ്ടിയാന്നറിയാം? താഴത്തെ മണ്ണ് കയ്യിലോട്ടൊന്നെടുത്ത് കുഴക്കണ്ടേ? നിന്നുകൊണ്ട് മണ്ണ് കുഴയ്ക്കാൻ പറ്റും. മണ്ണ് കുഴയ്ക്കാൻ എന്തിനു വേണ്ടിയാ മണ്ണ് കുഴച്ചത്? അപ്പം ചുട്ട് കളിക്കാനാണ്. അല്ല, തമ്പുരാൻ എന്നെ നിങ്ങളെ മെനയുന്നതിന് വേണ്ടിയാ, നമ്മെ നിർമ്മിക്കുന്നതിന് വേണ്ടിയാ തമ്പുരാൻ മുട്ടുമുടക്കിയത്. അവൻ ജീവശ്വാസം മൂക്കിലൂതി അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. പക്ഷെ ഈ ദേഹിക്ക് ഇന്ന് പല കുറവുണ്ട്. ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ, ആരെങ്കിലും ഒരു കുറവില്ലാത്തോണ്ട് ഒരു കൈപൊക്കാൻ ചോദിക്കട്ടെ? ആർക്കും പറ്റില്ല. ഒരു കുറവില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ, ദൃശ്യപരിധിയിൽ ഒത്തിരി പേര് കാണുന്നുണ്ട്. ഇത് വെളിയിൽ ഒരു വിഷയവും ഇല്ല, ഒരു കുറവും ഇല്ല. അന്ന് തമ്പുരാൻ എന്നെ മെനഞ്ഞ് ഈ ഭൂമുഖത്താക്കിയതുപോലെ അല്ല, കുറച്ചുകൂടെ മെച്ചായിട്ടുണ്ട് എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയുക? അപ്പൊ കുറവുണ്ടായിട്ടുണ്ട്. തമ്പുരാൻ മെനഞ്ഞതിന് ചില കുറവുണ്ടായിട്ടുണ്ട്. അത് മെയ്ക്കിന്റെ കുഴപ്പമാണ്, തമ്പുരാന്റെ കുഴപ്പമാണ്. തമ്പുരാന്റെ കുഴപ്പമല്ല, കയ്യിലിരിപ്പോണ്ട് പറ്റിയതാ. തമ്പുരാന്റെ കുഴപ്പമൊന്നുമല്ല, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒന്നുമല്ല. ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഇല്ലായിരുന്നു. തമ്പുരാൻ എന്റെ ക്വാളിറ്റി കൺട്രോളിനൊക്കെ പലവട്ടം വിട്ട് പൂർണ്ണതയോടുകൂടിയാ മെനഞ്ഞ് ഇങ്ങോട്ടാക്കിയത്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ കയ്യിലിരിപ്പോണ്ട് വന്ന വിഷയങ്ങളായിരുന്നു. ഈ പ്രോഡക്റ്റിന്റെ കൂടെ നല്ലൊരു മാനുവലും ഉണ്ടായിരുന്നു, തമ്പുരാൻ തന്നിരുന്നു. ഇത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, നീ നടക്കേണ്ടത് എങ്ങനെയാണ്, നീ ചലിക്കേണ്ടത് എങ്ങനെയാണ്, നീ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്, സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, കൃത്യതയോടെ. വീട്ടിൽ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഒത്തിരിയുണ്ട്.
ഒരു ഫോൺ കൊണ്ട് തന്നു കഴിഞ്ഞാൽ അതിന്റെ പേപ്പറെല്ലാം എടുത്ത് കളയും. നമ്മൾ മിടുക്കനാണെന്നും പറഞ്ഞാൽ നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ 4 ദിവസം പണിഞ്ഞു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിപ്പോഴ് തട്ടുമറത്ത് കണ്ടേതിയാണ്. പലപ്പോഴും സൂക്ഷ്മതയില്ലാതെ, അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഇല്ലാതെ, ഇത് ഉപയോഗിക്കേണ്ട വിധങ്ങളെ കുറിച്ച് സൂക്ഷ്മമായുള്ള ഒരു പരിശീലനവും ഇല്ലാതെ കയറി പണിയാണ്. പണിഞ്ഞ് എന്തോരം സാധനങ്ങളാ തള്ളിക്കളഞ്ഞിരിക്കണേ. തമ്പുരാൻ എന്നെ നിങ്ങളെയൊക്കെ മിനഞ്ഞു വിട്ടപ്പോൾ ഒരു ഡിഫക്റ്റും ഇല്ലാതെ എങ്ങനെ നടക്കണമെന്ന് പറയാനുള്ളൊരു ഒരു മാനുവലും തന്നാ വിട്ടത്. പക്ഷെ മാനുവൽ മാറ്റി വച്ചിരിക്കുക. ഇതിൽ നോക്കാറേ ഇല്ല. കൃത്യതയോടെ പറഞ്ഞു, നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. നിന്റെ മേൽ ശ്രദ്ധ വെച്ച് നിന്നെ ഞാൻ ഉപദേശം കേൾക്കാൻ ആരുണ്ടെന്ന് ഉപദേശം കേൾക്കാൻ? ഇന്നൊരു ഉപദേശവും കേൾക്കാതെ അവനവന്റെ വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ പാളിച്ച എവിടെയാണ്? ഈ പ്രൊഡക്റ്റിന് പറ്റിയ കുഴപ്പം ഈ മാനുവൽ അനുസരിച്ച് ജീവിക്കാതെ വന്നതുകൊണ്ട് നിന്റെ കൈകാര്യം ചെയ്യലിന്റെ കുഴപ്പമാണ്. നല്ല ഭാഷയെ പറഞ്ഞ നമ്മുടെ ഭാഷയെ പറഞ്ഞ കയ്യിലിരിപ്പോണ്ട് പറ്റിയതാ. പണ്ട് വനിതാ കമ്മീഷൻ പറഞ്ഞതുപോലെ അനുഭവിച്ചു ഇല്ലേ? മറ്റു നിവൃത്തിയൊന്നുമില്ല. അനുഭവിക്കുക, അതേ നിവൃത്തിയുള്ളൂ. ഇല്ല, തമ്പുരാൻ അങ്ങനെ പറയത്തില്ല. അത് അവർക്കേ പറയാൻ പറ്റുള്ളൂ. തമ്പുരാൻ അങ്ങനെ പറയില്ല. തമ്പുരാൻ പറയാ, ഒന്ന് കുനിഞ്ഞാട്ട് കുഞ്ഞെ, നിന്നെ മെനഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലാതായിരുന്നു, പക്ഷേ ചില അബദ്ധങ്ങൾ പടഞ്ഞു പോയില്ലേ? അതിനൊരു ചെറിയ ഡിഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇത് ആർക്ക് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ? അമേരിക്കയിലെ തെരുവീതിയിലൂടെ ഒത്തിരി കാറുകൾ ഓടിക്കൊണ്ടിരിക്കുക. ഒരു പുതിയ കാറ് പെട്ടെന്ന് വന്ന് റോഡിന്റെ സൈഡിൽ അങ്ങ് നിൽക്കുക. സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും സ്റ്റാർട്ട് ആവുന്നില്ല. ഈ മനുഷ്യൻ വാച്ച് നോക്കുന്നു. നാട്ടിലെ പോലെ ആരും സേവനത്തിനുമല്ല, ഹൈവേകളാ. ഈ ഹൈവേയുടെ സൈഡ് മാറ്റിയിട്ടിരിക്കുക. ആരും വണ്ടിയൊന്നും നിർത്തുകയില്ല. പക്ഷെ പതിവില്ലാതെ അവിടെ ഒരു ദൃശ്യം കണ്ടു. ഒരു മനുഷ്യൻ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നിൽ വന്ന് നിർത്തി. സൈഡിലായിട്ട് ബോർഡർ പിടിച്ചിട്ട് സൈഡിൽ നിർത്തിയിട്ട് ഇറങ്ങി വന്നിട്ട് ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. സാധാരണ ചോദിക്കണ്ട എന്ത് പറ്റി എന്നൊക്കെ ഒന്നും ചോദിക്കുന്നില്ല. ഈ ബോണറ്റ് ഒന്ന് പൊക്കാൻ പറഞ്ഞു. കാറിന്റെ ബോണറ്റ് പൊക്കി. അവൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൊട്ടിട്ട് ബോണറ്റ് അടച്ചിട്ട് പറഞ്ഞു കയറി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തപ്പോ വണ്ടി സ്റ്റാർട്ടായി, ഒരു കുഴപ്പമില്ല. ഈ മനുഷ്യന് വലിയ അതിശയം തോന്നി. ചോദിച്ചു, അങ്ങ് ആരാണ്? അമേരിക്കയിൽ ഒരു സാധ്യതയില്ലാത്ത, പ്രത്യേകിച്ച് ഹൈവേയിലൊന്നും ഒരു സാധ്യതയില്ലാത്ത ഒരു സംഭവം നടന്നിരിക്കുക. അപ്പോഴാ പറഞ്ഞത്, താൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനം ഫോർഡിന്റെ കാറായിരുന്നു. ഈ വന്ന് ഇറങ്ങിയ മനുഷ്യൻ സാക്ഷാൽ ഫോർഡ് തന്നെയാണ്. ഈ കമ്പനിയുടെ ഉടമസ്ഥൻ തന്നെ, അദ്ദേഹത്തിന്റെ പേരിലാണ് ആ കമ്പനി. എന്റെ ഒരു വാഹനം വഴിയിൽ കിടക്കാൻ പാടില്ല. അതിന്റെ കുറവ് ആരും എന്നോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എനിക്കറിയാം. ഹെൻറി ഫോർഡ് ഇറങ്ങി ആ കാറ് നന്നാക്കിക്കൊണ്ട് മനുഷ്യനെ വിടുമ്പോൾ മനുഷ്യൻ അതിശയം കൂറുകയാണ്. അതെ, നിന്റെ ദൈവത്തിനറിയാം നിന്റെ കുറവ്. നീ ചുമ്മണ്ട് വായിട്ടലക്കണ്ട. കാറിന്റെ കാര്യമൊന്നുമില്ല. ചില ശുശ്രൂഷകളെ കണ്ടില്ല, വല്ലാത്ത കാറലുകൾ കേൾക്കാം. കാറണ്ട, നീ ശാന്തമായിട്ടൊന്നിരിക്കാൻ സാധിക്കുമോ? തമ്പുരാനിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ തമ്പുരാൻ അറിയുന്നുണ്ട്. അതാ സങ്കീർത്തനക്കാരൻ, നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ അറിയുന്നു. നിന്റെ നടപ്പും നിന്റെ കിടപ്പും ഞാൻ ശോധന ചെയ്യും. സങ്കീർത്തനക്കാരന്റെ തിരിച്ചറിവാണ്. സങ്കീർത്തനം പറയ തിരിച്ചറിയ അദ്ദേഹം, എന്റെ കിടപ്പും നടപ്പും ശോധന ചെയ്യുന്നവൻ, ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു അറിയുന്നു. തമ്പുരാനെ, നീ അറിയാതൊരു വാക്കുപോലും എന്റെ നാവിൻ തുമ്പിലില്ല. അത്ര സുന്ദരമായ തിരിച്ചറിവ്. ദൈവം ഇതെല്ലാം അറിയുന്നതാണ്. ഹെൻറി ഫോർഡ് തന്റെ ഒരു പ്രോഡക്റ്റിന് വന്ന കുഴപ്പത്തെ കുറിച്ച് ഹി ഈസ് കൺസേൺഡ് അബൌട്ട്. ഫോൺ ചെയ്തില്ല, കമ്പനി വിളിച്ചു പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അവൻ വഴി കിടക്കാൻ സമ്മതിക്കാത്തവന്.
ഒരു സാധാരണ വാഹനത്തിന്റെ നിർമ്മിതാവ് തന്റെ വാഹനത്തെ കുറിച്ചൊരു കരുതലുണ്ടെങ്കിൽ തന്റെ സദൃശ്യത്തിലും സാദൃശ്യത്തിലും സ്വരൂപത്തിലൊക്കെ സൃഷ്ടിച്ച നമ്മളെ കുറിച്ച് കരുതലില്ലേ അവന്? എന്തോരം കരുതലുണ്ട് അവന്. എന്നെ കരുതുന്നൊരു ദൈവം, എന്നെ കൈവിടാത്തൊരു ദൈവം. വേണ്ടതൊന്നേ ഉള്ളൂ, അതിലേക്കാ കുനിയണം, ഒന്ന് കുനിയണം. തമ്പുരാൻ കുനിഞ്ഞിരുന്ന് മണ്ണ് കുഴച്ചു മെനഞ്ഞ നിന്റെ സൃഷ്ടിയുടെ വികലത മാറ്റണമെങ്കിൽ അവന്റെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞുകൂടെ? അവന്റെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞുകൂടെ? തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് കുനിയാൻ സാധിക്കണം. തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് കുനിയുന്ന സന്ദർഭമാണ് ഈ പരിശുദ്ധ നോമ്പ്. ദൈവസന്നിധിയിൽ നമുക്ക് കുനിയാൻ സാധിക്കുമോ? നിന്റെ കുറവ് എന്തു ആയിക്കൊള്ളട്ടെ, നിന്നെ ഉറക്കം കെടുത്തുന്ന വിഷയം എന്തു ആയിക്കൊള്ളട്ടെ, നിന്റെ മനസ്സ് അസ്വസ്ഥമാകുന്ന എന്തുമായിക്കൊള്ളട്ടെ, ഞെട്ടി ഉണരാറില്ലേ ഒരു ഉറക്കം കഴിഞ്ഞു? ദുസ്വപ്നം കണ്ട് എഴുന്നേൽക്കാറില്ലേ? എന്തിനു ഭാരപ്പെടണം? നിന്റെ കുറവുകളെ പോക്കുന്നൊരു ദൈവം. അത് നിന്റെ ശാരീരിക രോഗമാവട്ടെ, മാനസിക വേദനകളാവട്ടെ, മക്കളില്ലാത്ത ദുഃഖത്തും പേറുന്ന അനുഭവങ്ങളാവട്ടെ, മക്കളെ കുറിച്ചുള്ള നിരാശയുടെ അനുഭവങ്ങളാവട്ടെ, പരീക്ഷയുടെ വിജയത്തെക്കുറിച്ചുള്ള ആകുലത ആവട്ടെ, പരീക്ഷ കഴിഞ്ഞ് തൊഴിൽ കിട്ടുന്നില്ലെന്നല്ലോ ആശങ്കയാവട്ടെ, കരയും കടലും കടന്നുപോയ മക്കൾ നിരാശപ്പെടുന്ന വിഷയങ്ങളുണ്ട്, തൊഴിലിലെ അസ്ഥിരത, നീ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ ഹൃദയങ്ങളെ അറിയുന്നൊരു ദൈവം, നിന്റെ മനസ്സിനെയും നിന്റെ ശരീരത്തെയും ഒക്കെ അറിയുന്നൊരു ദൈവം, നിന്റെ വേദനകളെ അറിയുന്നൊരു ദൈവം. വേണ്ടതൊന്നേ ഉള്ളൂ, ഒന്ന് കുനിയാൻ സാധിക്കുമോ? ഒന്ന് കുനിയാൻ, ഒന്ന് മുട്ടുകുത്താൻ. നിനക്കെങ്ങനെ തമ്പുരാന്റെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാൻ സാധിക്കുക? അവൻ കുനിഞ്ഞിരിക്കുകയാണ് നിന്റെ കുറവുകൾ മാറ്റാൻ. അതുകൊണ്ട് ഈ നോമ്പ് ഒരു പുനഃസൃഷ്ടിയുടെ അനുഗ്രഹം അനുഭവമാണ്. ഒന്ന് പുനഃസൃഷ്ടിക്കാൻ വേണ്ടി, നിന്റെ കുറവുകൾ പോക്കി നിന്നെ പുനഃസൃഷ്ടിക്ക് വിധേയമാക്കുവാൻ ദൈവത്തിന്റെ വിളിക്ക് കാതോർക്കാൻ സാധിക്കും. നമ്മെ ഒന്ന് പരിവർത്തന വിധേയമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് പുനഃസൃഷ്ടിക്കായിട്ടുള്ള സന്ദർഭമാണ്. പിറവിക്കുരുടൻ തമ്പുരാന്റെ സന്നിധിയിൽ വന്നപ്പോൾ ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യമാകുമായിരുന്നു. അവന് മനസ്സിലാകണം, നീ മണ്ണുകൊണ്ടുള്ളവൻ. നിലത്ത് തുപ്പി മണ്ണ് കുഴച്ചു അവന്റെ കണ്ണിൽ പുരട്ടി അവൻ കാഴ്ച പ്രാപിച്ചു. പുനഃസൃഷ്ടിക്ക് വേണ്ടി കുനിയുന്ന സന്ദർഭമാണ് ഈ പരിശുദ്ധ നോമ്പ്. നമുക്ക് കുനിയാൻ സാധിക്കുമോ? പലപ്പോഴും നമുക്കൊക്കെ ചില ധാരണകളുണ്ട്. നോമ്പ് ഉപവാസം എന്നൊക്കെ പറഞ്ഞാൽ കുറെ ഭക്ഷണം വെടിയുക, വിവാഹ ബന്ധത്തിൽ നിന്നൊഴിഞ്ഞിരിക്കുക. അതുകൊണ്ടാണല്ലോ നോമ്പുകാലത്ത് വിവാഹത്തിന് അനുവാദം കൊടുക്കാത്തത്. കുറച്ച് പട്ടിണി ഇരിക്കുക, ഇതൊക്കെയാണോ നോമ്പ്? മീനും ഇറച്ചിയും മാത്രം വെടിയുന്നതാണോ നോമ്പ്? അച്ഛൻ പറഞ്ഞ പോലെ വിദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, പിള്ളേർ വന്ന് നോമ്പ് നോക്കുമ്പോൾ കുമ്പസാരിക്കോ പറയും, ഈ പ്രാവശ്യം ഞങ്ങള് ഏറ്റവും ഇഷ്ടമുള്ളത് ഐസ്ക്രീമാണ്, 40 ദിവസത്തേക്ക് ഐസ്ക്രീം കഴിക്കുന്നില്ല. അവർക്ക് മീനും ഇറച്ചിയൊക്കെ ചില പ്രാധാന്യം അതായിരിക്കും. കേവലം ഭക്ഷ്യങ്ങൾ വർജിക്കുന്നതാണോ നോമ്പ്? നോമ്പിലെ ചില സുന്ദര പ്രാർത്ഥനകളുണ്ട്, നമ്മൾ വായിച്ചു വിടുക. സാധാരണ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ അത് സുന്ദരം. ആ പ്രാർത്ഥനകൾ തിങ്കളാഴ്ചത്തെ പ്രഭാതത്തിലെ ഒരു പ്രാർത്ഥനയുണ്ട്, ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നത് മാത്രമല്ല ഉപവാസം. ഉപവാസത്തിന് അർത്ഥം നൽകുന്നത് സ്നേഹമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നു, നോമ്പ് നല്ലതാകുന്നു, സ്നേഹം കൂടാതെ ഒരുത്തൻ നോമ്പ് നോൽക്കുന്നുവെങ്കിൽ അവന്റെ വ്രതത്തിന് യാതൊരു വിശേഷവുമില്ല. പ്രാർത്ഥന സ്നേഹിക്കപ്പെട്ടതാകുന്നു, സ്നേഹം അതിനെ കരേറ്റുന്നില്ല എങ്കിൽ അതിന്റെ ചിറക് ബലഹീനമാകുന്നു. തന്റെ ഇടത്തിൽ അത്യുന്നതനെ കാണുന്നില്ല. പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത്യുന്നതനെ കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ വിഷയം? നമ്മുടെ കുഴപ്പമാണ്. സ്നേഹമില്ലാതെ
അമ്മാവിയമ്മയ്ക്ക് വെള്ളം കൊടുക്കാതെ പള്ളിയിൽ വന്ന് 24 മണിക്കൂറല്ല നിന്റെ ജന്മം മുഴുവൻ പാഴാക്കിയിട്ടും കാര്യമൊന്നുമില്ല. മരുമകളെ കരുതാതെ നീ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മക്കളെ ചേർത്ത് തീർക്കാൻ കഴിയാത്ത അപ്പനും അമ്മയും ആലയിച്ച് വന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ആത്യന്തികമായി വേണ്ടത് ജീവിത പങ്കാളിയോട് സ്നേഹത്തിൽ ചേർന്ന് നിൽക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ പിന്നെ എന്തോരം പ്രാർത്ഥിച്ചിട്ട് തന്നെ കാര്യം. അപ്പൊ നോമ്പ് സ്നേഹത്തിൽ അധിഷ്ഠിതമാവണം. ഭക്ഷണം വെടിഞ്ഞതുകൊണ്ട് അർത്ഥമില്ല. ചൊവ്വാഴ്ചത്തെ പ്രഭാത പ്രാർത്ഥനയിലുണ്ട് ഭക്ഷണത്തിൽ നിന്ന് ഉപവാസം എന്ന് പറയുന്നത് തിന്മകളെ ഉപേക്ഷിക്കുന്നതാവണം. തിന്മ നമ്മിൽ നിന്ന് മാറ്റണം, തിന്മ ഉച്ചാടനം ചെയ്യണം. പ്രാർത്ഥന ഇപ്പോഴാ പറയുന്നത്, ഇപ്രകാരം പറയുന്നു: ശരീരത്തിന്റെ ജീവസന്ധാരണത്തിന് കർത്താവ് നൽകിയിട്ടുള്ള അപ്പവും വെള്ളവും ഉപയോഗിക്കുന്നതല്ല പാപത്തിനോ പുണ്യത്തിനോ കാരണമായിരിക്കുന്നത്. ഭക്ഷണം വെഴിയുന്നതല്ല, അഥവാ ഭക്ഷണം കഴിക്കുന്നതോ അല്ല പുണ്യത്തിന് കാരണമായിട്ടുള്ളത്. പിന്നെന്താ? അടുത്ത വാക്യത്തിൽ പറയുകയാണ്: ദുഷ്ടതകളിൽ നിന്നും നീങ്ങി നന്മ പ്രവർത്തിക്കണം. ഇതാകുന്നു കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന നോമ്പ്. ദുഷ്ടത വെടിയുവാൻ നമുക്ക് കഴിയുക, നന്മ പ്രവർത്തിക്കാൻ സാധിക്കുക. അപ്പൊ നോമ്പ് കൈക്കൊള്ളണമെങ്കിൽ ആദ്യം പറഞ്ഞതിന് സ്നേഹം വേണം. സ്നേഹത്തിന്റെ പിൻബലമില്ലാത്ത നോമ്പ് അർത്ഥശൂന്യമാണ്. വീണ്ടും പറയുന്നു, പട്ടിണി ഇരുന്നത് കൊണ്ട് ദൈവം നിന്നോട് കരുണ കാണിക്കുന്നൊന്നും കരുതരുത്. 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, തിന്മ വെടിയണം, നന്മ ഉൾക്കൊള്ളണം. ശാന്തമായിട്ടൊന്ന് ചോദിച്ചു നോക്കിയാട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാനും എന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളും ആത്മശോധന ചെയ്യേണ്ടുന്ന വിഷയമാണ്. നമ്മൾ പറയാറുണ്ട്, ഉച്ചവരെ ഞാൻ പട്ടിണി ഇരുന്നുണ്ടോ നോമ്പ് നോക്കിയത്. പ്രയോജനമൊന്നുമില്ല. ശരീരത്തിന്റെ ക്ഷീണം വർദ്ധിപ്പിച്ചിട്ട് പിന്നെ നടുവിന് കൈ കൊടുക്കാം. കുമ്പിട്ട് എഴുന്നേറ്റ് നടുവിന് കൈ കൊടുത്താൽ മതി, മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നില്ല. നിന്നിൽ പുനഃസൃഷ്ടി നടക്കണമെങ്കിൽ, നിന്നിൽ ദൈവ ഇടപെടൽ നടക്കണമെങ്കിൽ ഒന്ന് കുനിയണം, സ്നേഹത്തിൽ അധിഷ്ഠിതമാവണം, തിന്മയെ ഉച്ചാടനം ചെയ്യാൻ സാധിക്കണം, നന്മ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇവിടെയാവണം. വീണ്ടും ഈ കഴിഞ്ഞ സന്ധ്യയിലെ ഒരു പ്രാർത്ഥനയുണ്ട്, ബുധനാഴ്ച സന്ധ്യ. പൊങ്ങച്ചം പറയുന്നതും ഉപവാസത്തെ ഫലശൂന്യമാക്കും. നമ്മൾ ഉപവസിച്ചിട്ട് 4 പേരോട് പറയുക, ഞാൻ 50 ദിവസം അങ്ങോട്ട് നോമ്പ് തോറ്റു അല്ലേ. ചിലരുടെ ഒരു വലിയ രസമാണ്. ഞങ്ങളെപ്പോലുള്ളവരുമുണ്ട്. കുമ്പിട്ട് പ്രാർത്ഥിച്ചു, ഇതെല്ലാവരോടും 4 പേരോട് പറഞ്ഞു, പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് കിടക്കുക. ആത്മീയതയെ കുറിച്ച് പോലും, മറ്റു പലതിനെ കുറിച്ച് പൊങ്ങച്ചം, അത് ജീവിതത്തിന്റെ ഭാഗം. ആത്മീയതയിലും പൊങ്ങച്ചം കാട്ടുന്ന ആളുകളുണ്ട്. അവിടെ പറയുകയാണ്, ഒരുവൻ അപ്പം വെടിഞ്ഞ് ഉപവസിക്കുകയും വചനം കൊണ്ട് പാപം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ എന്ത് പ്രയോജനം? ഒരുവൻ അപ്പം വെടിഞ്ഞ് ഉപവസിക്കുകയും തന്റെ വാക്ക് പാപം ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ എന്ത് പ്രയോജനം? ഉപവസിക്കുകയും നീതീകരണം പ്രാപിക്കുകയും ചെയ്തിട്ട് സ്വയനീതിയെക്കുറിച്ച് വമ്പ് പറയുന്നെങ്കിൽ അവന്റെ വ്രതം വ്യർത്ഥമാകുന്നു. നോമ്പ് അഴിഞ്ഞു പോവുകയും അത് സ്വീകാര്യമാകാതിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്റെയും നിങ്ങളുടെയൊക്കെ നോമ്പ് സ്വീകാര്യോഗ്യമായി തീരാത്തതിന്റെ കാരണം മറ്റൊന്നല്ല. എന്താ അത്? നമ്മുടെ വാക്ക് ശരിയല്ല, നാവ് ശരിയല്ല. നാവ് ശരിയല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നാവിന്റെ ഉപവാസത്തെ കുറിച്ച് വ്യാഴം സന്ധ്യയിൽ പറയുന്നുണ്ട്. ഇന്ന് വൈകിട്ടത്തെ പ്രാർത്ഥനയിലേതാണ്. അതിപ്രകാരമാണ് പറയുന്നത്: നിന്റെ വായ ഭക്ഷണത്തിൽ നിന്നും ഒപ്പം അന്യായത്തിൽ നിന്നും ഉപവസിക്കണം. ഭക്ഷണത്തിൽ നിന്ന് മാത്രം പോരാ, അന്യായത്തിൽ നിന്ന് ഉപവസിക്കണം. അന്യായം മാറ്റിവെക്കണം, അനീതി മാറ്റിവെക്കണം. വീണ്ടും പറയുന്നു, നിന്റെ നോമ്പ് കുറ്റകരമാകാതിരിപ്പാൻ നോമ്പോടൊന്നിച്ച് നീ നിന്റെ നാവിനെ നിയന്ത്രിക്കുക. നോമ്പ് കുറ്റകരമാകാൻ, നോമ്പ് നോക്കുന്നത് തന്നെ കുറ്റമായിട്ട് തീരും അവസാനം. ഗുണത്തിന് ചെയ്യുന്നില്ല. ആയുർവേദത്തിൽ പറയുന്നത് പോലെ പഥ്യം തെറ്റിച്ചാൽ അത് വിപരീത ഫലമാണ്. കിഴി തെറ്റിയാൽ കുഴിയെന്നാ പറയുന്നത്. കിഴിയൊക്കെ വെക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയാ? ആരോഗ്യം ഉണ്ടാകാൻ.
പക്ഷെ നിന്നെ കുഴി കൊണ്ടെത്തിക്കും അവസാനം. അപ്പൊ കിഴി തെറ്റിയാൽ കുഴിയാണ്. പഥ്യം നോക്കിയില്ലെങ്കിൽ വിപരീത ഫലമാണ്. നോമ്പ് നോക്കുന്നത് നിനക്ക് കുറ്റകരമായി തീരാനിടയാവരുത്. ഗുണം ചെയ്യുന്നില്ലെന്നത് പോട്ടെ, നോമ്പ് നോക്കാത്തവർക്കൊന്നുമല്ലേ അത്രയും ശാപം കുറഞ്ഞിരിക്കും. നോമ്പ് നോക്കുന്നത് നിനക്ക് കുറ്റകരമാകാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ടത് നാവിനെ നിയന്ത്രിക്കണം. നാവ് നിയന്ത്രണ വിധേയമാവണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആ ഭാഗം. അതുകൊണ്ട് ഞാനും നിങ്ങളും ആത്മശോധന ചെയ്യണം. ദൈവമേ, ഈ പരിശുദ്ധ നോമ്പിൽ എല്ലാരെയും ഒന്ന് സ്നേഹിക്കണ്ട. എന്റെ ആ കൊച്ചു കുടുംബത്തിനകത്ത് സ്നേഹമുണ്ടോ? നീ ചേർത്ത് നിർത്തിയ ഒരു ജീവിത പങ്കാളിയില്ലേ? ആ പങ്കാളിയെ ഒന്നും സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഉള്ളു തുറന്നു. എനിക്ക് ജന്മം തന്ന രണ്ട് മനുഷ്യക്കോലങ്ങളില്ലേ, ഇന്ന് ആ നിലയിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പാവാക്ക് ഉപയോഗിക്കുന്നു. ഒന്ന് ചേർത്ത് നിർത്താൻ കഴിയുന്നുണ്ടോ? ജന്മം കൊടുത്ത പിള്ളേരെ എന്തിന്റെയൊക്കെ പേരില്ല നീ മാറ്റി മാറ്റി കോളം തിരിച്ചു നിർത്തിയിരിക്കുന്നു. എല്ലാം നിന്റെ ഉദരത്തിൽ നിന്ന് വന്നതല്ലേ? നീ ജന്മം കൊടുത്തതല്ലേ? ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന കൂടപ്പറപ്പുകളൊക്കെ തമ്മിൽ തല്ലി സ്നേഹമില്ലാതെ കഴിയുമ്പോൾ നിന്റെ നോമ്പിന് എന്ത് ഗുണമാണുള്ളത്? കുറ്റകരമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ പരിശുദ്ധ നോമ്പ് നമുക്ക് ദൈവസന്നിധിയിൽ പ്രീതികരവും അംഗീകാരയോഗ്യമായിട്ട് തീരുവാൻ തക്കവണ്ണം ഇവിടെയാണ്. നോമ്പിനെ കുറിച്ച് പിതാക്കന്മാർ കൽപ്പിക്കുന്നത് അത് വ്യാഖ്യാനിച്ച് തിരിച്ചെഴുതുമ്പോൾ നൊയ് അധികം അൻപ്, അത് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. നൊയ് എന്ന് പറഞ്ഞ സഹനമെന്നാണ്. അൻപെന്ന് പറഞ്ഞ സ്നേഹം. സ്നേഹത്തോടുകൂടിയുള്ള സഹനമാകണം. ആർക്കാണ്ടും വേണ്ടിയാവരുത്. സ്നേഹത്തോടുകൂടിയുള്ളൊരു സഹനമാവട്ടെ ഈ പരിശുദ്ധ നോമ്പ്. തമ്പുരാനോട് നമ്മെ ചേർത്ത് നിർത്തുന്നതാവാൻ തക്കവണ്ണം ഇടയാവട്ടെ. ഞാൻ ആമുഖമൊക്കെ ദീർഘിപ്പിച്ചു എന്ന് തോന്നല് വേണ്ട. കൃത്യസമയത്ത് തന്നെ ശുശ്രൂഷ പൂർത്തീകരിക്കും. ഈ ഒരാഴ്ചക്കാലം മുഴുവൻ നമ്മള് ധ്യാനമായിട്ട് പിതാക്കന്മാർ വെച്ചിരിക്കുന്നു. പ്രമേയൻ പുസ്തകം എടുത്താൽ അറിയാം, ഒരു പ്രത്യേക പദത്തിലാണ് ഈ ആഴ്ച അറിയുന്നത്. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ കാലത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സഭ മനോഹരമായിട്ടാണ് ആരാധന വർഷത്തെ വിഭജിച്ചിരിക്കുന്നത്. ചിലർ പറയും ഓർത്തഡോക്സുകാർക്ക് എന്നും കുന്നും ഒരു ആരാധന മാത്രം ആണോ നമ്മുടേത്? നമ്മുടെ ആരാധനകൾ എന്നും കുന്നും ഒന്നല്ല. സുന്ദരമായിട്ട് 7 കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിരിക്കുക. 7 കാലങ്ങളാണ്, 7 സീസണാണ്. തുടക്കമാണ് നേറ്റിവിറ്റി സീസൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. തമ്പുരാന്റെ തിരുപ്പിറവിയുടെ കാലം. സഖറിയാവിനോടുള്ള അറിയിപ്പിൽ തുടങ്ങി തമ്പുരാന്റെ ജനനം വരെയുള്ള അനുഗ്രഹീതമായ കാലത്ത് തിരുപ്പിറവിയുടെ കാലമായിട്ടാണ്. ഏകദേശം 7 ആഴ്ചകളോളം വരും. പൗരസ്ത്യ പാരമ്പര്യത്തിൽ അതിനു മുമ്പ് തുടങ്ങും. കൂദോശീത്തോയ്ക്ക് തന്നെ തുടങ്ങുക. അതുകൊണ്ടാണ് ആ ദൈർഘ്യം കൂടുന്നത്. അപ്പൊ സുന്ദരമായൊരു കാലഘട്ടം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഉടൻ ധനഹായുടെ കാലത്തിലേക്കാണ്. തമ്പുരാന്റെ മാമോദീസായുടെ കാലഘട്ടമാണ്. നമ്മെ ശുദ്ധീകരണത്തിന്റെ ഒരു കാലഘട്ടമാണ്. ആ 2ാം കാലഘട്ടം കഴിഞ്ഞ് 3ാമത്തെ കാലഘട്ടത്തിലേക്ക് ഇപ്പൊ കയറിയിരിക്കുന്നത്. ലെന്റൻ സീസൺ, നോമ്പുകാലം. ആത്മതപനത്തിന്റെ, അനുതാപത്തിന്റെ, സമർപ്പണത്തിന്റെ, വൃതാനുഷ്ഠാനത്തിന്റെ, ആത്മനൊമ്പരത്തിന്റെ ഒക്കെ അനുഗ്രഹീത കാലം. ഇതൊരു ഫാൾ സീസൺ ആണ്. എന്താ ഫാൾ സീസൺ? 4 കാലങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അത് കൊഴിച്ചിൽ, ഇല കൊഴിഞ്ഞിട്ട് പുതിയ തളിരുകൾ വരികയാണ്. ചിലതൊക്കെ കൊഴിച്ചു കളയാനുള്ള സന്ദർഭമായത്. ഈ നോമ്പിൽ ചിലതൊക്കെ കൊഴിച്ചു കളയണം. വിദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വൃക്ഷങ്ങളൊക്കെ വെറും കമ്പുകളായിട്ട് നിൽക്കുന്നത് കാണും. നമ്മൾ വിചാരിക്കുന്നത് ഉണങ്ങി നിൽക്കല്ല, പുതിയ നാമ്പെടുക്കുന്നതിന് വേണ്ടി വേണ്ടാത്തതിനെല്ലാം കൊഴിച്ചു നിൽക്കുക. ആ വിന്ററിനെ അതിജീവിക്കാൻ അത് അനിവാര്യമാണ്. അതെ, അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ അതിജീവനത്തിന് അനിവാര്യമാണ്. ചിലതൊക്കെ കൊഴിച്ചു കളയണം. നീ വേണ്ടാത്ത ഭാരം കൊണ്ട് നടക്കുന്നത് കൊണ്ടാ നിനക്ക് അതിജീവനം അസഹ്യമായിട്ട് തീരുന്നതും അലോരസമായിട്ട് തീരുന്നതുമൊക്കെ. അസാധ്യമായിട്ട് തീരുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് അത് അസാധ്യമായിട്ട് തീരാതിരിക്കാൻ ചിലതൊക്കെ കൊഴിച്ചു കളയണം. അതികൊടും ശൈത്യത്തെ അതിജീവിക്കുവാൻ വൃക്ഷം അതിന്റെ ഇലകൾ കൊഴിച്ചു കളയുന്നത് പോലെ
അതിജീവനത്തിന് ചില വേണ്ടാത്തരങ്ങളൊക്കെ കൊഴിച്ചു കളയുന്ന സന്ദർഭമാണ് ഈ പരിശുദ്ധ നോമ്പ്. നമുക്കൊന്ന് കൊഴിച്ചു കളയാൻ സാധിക്കുമോ? അതുകൊണ്ട് ഈ നോമ്പ് സീസൺ, മറ്റു സീസണിലേക്ക് ഞാൻ പറഞ്ഞിപ്പോൾ സമയം കളയുന്നില്ല. ഈ ലെന്റൻ സീസൺ നമ്മൾ എത്തിയിരിക്കുക, നോമ്പ് കാലത്ത് എത്തിയിരിക്കുക. എത്ര സുന്ദരമായ പിതാക്കന്മാർ ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നിൽക്കുന്ന മരം കുനിഞ്ഞു വീഴും, അത്ര അനുതാപത്തിന്റെ കീർത്തനങ്ങളാണ്. സന്ധ്യയിലും പ്രഭാതത്തിലും ഒക്കെ നന്നായി പാടുന്ന ആള് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലെ പ്രാർത്ഥനകൾ എത്ര ഹൃദ്യമാണ്, നമ്മുടെ ഹൃദയത്തേക്ക് എത്ര സ്വാന്തൂനിപ്പിക്കുന്നതാണ് ആ പ്രാർത്ഥനകൾ. വായിച്ചു വിടാറല്ലേ ഉള്ളൂ നമ്മൾ, കേട്ടില്ലേ? നോമ്പിൽ നമ്മെ പഠിപ്പിക്കുകയാണ് എന്താ ചെയ്യേണ്ടത്. നീ ചെയ്യുന്നതിന് ഗുണമുണ്ടാകണമെങ്കിൽ എന്തുണ്ടാവണം, എങ്ങനെയായിരിക്കണമെന്ന് സൂചിപ്പിക്കുക നമ്മളെ. അതുകൊണ്ട് ഇതൊരു കൊഴിക്കലിന്റെ കാലമാണ്, ഇതൊരു നമ്പലിന്റെ കാലമാണ്. ഇത് സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആർദ്രതയോടെ സഹിക്കാൻ നിന്നെ ദൈവം തിരിച്ചു അനുഗ്രഹത്തോടെ വേർതിരിച്ചിരിക്കുക. ഇനി ആ നോമ്പിന്റെ സീസൺ നോക്കി ചുമ്മാ അത് എല്ലാ ദിവസവും ഓരോ പ്രാർത്ഥനയാണ് അല്ല. ആദ്യത്തെ ഒരാഴ്ചക്കാലത്തിനൊരു പേരുണ്ട്. എന്താ പേര്? കൊത്തിനെ കാലം. കൊത്തിനെ ഞായർ തുടങ്ങി, കൊത്തിനെ തിങ്കൾ, കൊത്തിനെ എന്നാണ് ഈ ആഴ്ച. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, കല്യാണം നടത്താനായിട്ട് അനുവദിക്കുന്നില്ല, വിവാഹ ബന്ധത്തിൽ മനുഷ്യനെ അനുവദിക്കുന്നില്ല. പിന്നെന്തിനാ ഈ കല്യാണത്തിന്റെ ചിന്ത കൊണ്ടുവന്ന് മനുഷ്യനെ വല്ലാണ്ട് പ്രലോഭിപ്പിക്കുന്നു? ആദ്യത്തെ ആഴ്ച തന്നെ കല്യാണം വരുന്ന നമ്മള് അനുഗ്രഹത്തോടെ ഈ ദിവസം കൊണ്ട് ധ്യാന വിഷയമാക്കണം. കാരണമുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ, ഡോക്ടറേറ്റിനൊക്കെ പഠിക്കുമ്പോഴറിയാം. ഡോക്ടറേറ്റിനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൊണ്ടൊരു തീസിസ് എഴുതി കൊണ്ട് കൊടുത്ത വേറെ പണിവല്ലോ നോക്കാൻ പറയും. ഗൈഡിന്റെ അടുത്ത് ചെല്ലണം. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, കൃത്യതയോടെ ഒരു രൂപരേഖ തയ്യാറാക്കണം. കൃത്യമായിട്ടൊരു രൂപരേഖ, അതിന് പറയുന്നത് സിനോപ്സിസ് എന്നാണ്. എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിന്റെ ഫൈനൽ റിസൾട്ട് എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, പിന്നെ ചെയ്ത് കാണിക്കേണ്ടത് ഫൈനൽ റിസൾട്ട് എന്താ പ്രതീക്ഷിക്കുന്നത്. തമ്പുരാനെ രക്ഷണ്യ വേലയ്ക്ക് മേളിൽ നിന്ന് ഇങ്ങോട്ട് വേണ്ടപ്പോ അപ്പന്റെ മുമ്പിൽ കാണിക്കുക, സിനോപ്സിസ് കൊടുക്കുകയാണ് ഈ ആദ്യത്തെ ആഴ്ച. എന്താ സിനോപ്സിസ്? വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. കേവലം അതൊരു പ്രക്രിയയായിട്ടല്ല, ഒരു അതിസാഹസ്യമല്ല, പ്രകൃതിയുടെ മേലുള്ള തന്റെ അതീശത്വം കാണിക്കുന്ന ഒരു അനുഗ്രഹകരമായ അത്ഭുതമായിട്ട് മാത്രം കണ്ടാ പോരാ. തന്റെ ഈ പ്രപഞ്ചത്തിലേക്കുള്ള ഇറങ്ങിവരവ്, രക്ഷണ്യ വേലയ്ക്ക് വേണ്ടി വന്ന് ഇറങ്ങും. തന്റെ മനുഷ്യാവതാരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താ, ഒബ്ജക്റ്റീവ് എന്താ, തമ്പുരാൻ രേഖപ്പെടുത്തുക. ഒരു റിസർച്ച് സ്റ്റുഡന്റ് തന്റെ പഠനത്തെ കുറിച്ചുള്ള രൂപരേഖ തയ്യാറാക്കുന്ന പോലെ ആദ്യത്തെ ആഴ്ച നാം കാണുന്നത് തമ്പുരാന്റെ ഒരു സിനോപ്സിസാണ്. പറയ, ഈ സൃഷ്ടിയെ മുഴുവൻ പരിവർത്തനപ്പെടുത്താൻ പോവുകയാണ്. എന്റെ ലക്ഷ്യം അതാ, എന്റെ ലക്ഷ്യം അതാ. സൃഷ്ടിയുടെ സമൂലമായ പരിവർത്തനമാണ് എന്റെ ലക്ഷ്യം. തമ്പുരാന്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം അതാ. ഒരുപക്ഷെ താൻ ഗലീലയുടെ അനുഗ്രഹകരമായ ഒളപ്പരപ്പിലൂടെ നടന്നപ്പോൾ ബാക്ക് വാട്ടർ ടൂറിസവുമായിട്ട് താൻ ഉല്ലാസയാത്രയ്ക്ക് പോയതല്ലുന്നില്ല. താൻ അതിന്റെ തെരുവീഥിയിൽ നടന്നപ്പോൾ ജനത്തിന്റെ ആരവത്തിന്റെ മുമ്പിൽ മതിമറന്നു പോയൊരു നേതൃത്വത്തെ അല്ല അവിടെ കാണാൻ സാധിക്കുക. അപ്പൊ തന്റെ ലക്ഷ്യവും തന്റെ ഉദ്ദേശവും ഒക്കെ ഒന്നേ ഉള്ളൂ, ഏത് വിധേനയും. അത് സക്കായുടെ വീട്ടിൽ പോയിട്ടാണെങ്കിലും, പാപിയോടൊപ്പം സമയം ചെലവിടുമ്പോഴാണെങ്കിലും, കുഷ്ഠരോഗിയെ സ്പർശിക്കുമ്പോഴാകുമ്പോഴും, കുരുടന് കാഴ്ച കൊടുക്കുമ്പോഴും, 5000 പോഷിപ്പിക്കുമ്പോഴും, വെള്ളം വീഞ്ഞാക്കുമ്പോഴും ഒക്കെ തമ്പുരാന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, സൃഷ്ടിയുടെ സമൂലമായ പരിവർത്തനം. ഈ പ്രപഞ്ച സൃഷ്ടിയെ സമൂലമായി പരിവർത്തനപ്പെടുത്തണം. തന്റെ ലക്ഷ്യം അതാ. നോമ്പിന്റെ ആദ്യത്തെ ആഴ്ച നാം കാണുന്നത് അതാ. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി വലിയൊരു അത്ഭുതവും കയ്യടിയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ആള് കൂടും. നോ, ഒരിക്കലും തമ്പുരാന്റെ ആഗ്രഹമായിരുന്നില്ല. രാഷ്ട്രീയക്കാരുടെ ചെപ്പിടി വിദ്യ ഒന്നല്ല തമ്പുരാൻ കാട്ടുന്ന. ആള് കൂട്ടാൻ വേണ്ടി ഒരു പരിപാടി കാണിച്ചേക്കാം, ഇല്ല ഇഷ്ടമുള്ള സാധനവും ആളുകൾക്കില്ലേ. അപ്പൊ അതാകുമ്പോ കുറച്ചുകൂടെ ആകർഷണത്വം ഉണ്ടാകും.
നോ. തമ്പുരാൻ ഈ പ്രപഞ്ചത്തോട് സംവദിക്കുക. തമ്പുരാൻ പറയുക, എന്റെ ലക്ഷ്യം അതാണ്. ഇനി അതുകൊണ്ട് നിർത്തുകയല്ല, അതിനപ്പുറം അടുത്ത ആഴ്ചകളിലേക്ക് നമുക്ക് പോകുന്നുണ്ട്. ആരും തൊടാത്തവനെ തമ്പുരാൻ തൊടാൻ പോവുകയാണ്. അവനെ തൊടുമ്പോഴും അതിനപ്പുറത്തേക്ക് പോകുമ്പോ തളർവാദിയെ കരം പിടിച്ചുയർത്തുമ്പോഴും കുനിയായവളെ നിവർത്തി നിൽക്കുമ്പോഴും പിറവിക്കുരുടന് സൗഖ്യം കൊടുക്കുമ്പോഴും തീർന്നില്ല. ഈ ശുശ്രൂഷയുടെ പരമ്യതയിലേക്ക് അവസാന ആഴ്ച എത്തുക. തന്റെ കഷ്ടാനുഭവത്തിന്റെ രാത്രിയിൽ അവൻ അരയിൽ കൈലേസ് ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്തു, ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി, അവരുടെ പാദങ്ങൾ കഴുകി. തീർന്നു. ചുംബിച്ചു, അതിനെ ചേർത്ത് നിർത്തി ഒന്നിച്ച് മേശയ്ക്കിരുന്നു. അവർ ഒന്നിച്ചിരിക്കുമ്പോൾ താൻ തന്റെ കയ്യിൽ പാനപാത്രം എടുത്തു. പാനപാത്രത്തിൽ എന്താ ഉണ്ടായിരുന്നത്? വീഞ്ഞായിരുന്നു. ആദ്യത്തെ ആഴ്ച പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയെങ്കിൽ അവസാന ആഴ്ച വീഞ്ഞ് കയ്യിലെടുത്തിട്ട് പറയുക, ഇത് എന്റെ രക്തമാകുന്നു. എത്ര സുന്ദരമായ പ്രോഗ്രഷനാണ് കാണുന്നത്. നോമ്പിന്റെ ആദ്യത്തെ ആഴ്ചയിൽ പച്ചവെള്ളത്തെ അവൻ വീഞ്ഞാക്കിയെങ്കിൽ സൃഷ്ടിയുടെ സമൂലമായ പരിവർത്തനം, നിന്നെ അറയ്ക്കുന്ന വിധത്തിൽ മനുഷ്യൻ കാണുന്ന ചില പുണ്ണുകൾ നിന്നെ ബാധിച്ചിട്ടുണ്ട്. അത് കുഷ്ഠമൊന്നും അല്ലായിരിക്കും, കുഷ്ഠത്തെക്കാൾ നികൃഷ്ടമായ ജീവിതാനുഭവമാണ്. നീ ശുദ്ധീകരണം പ്രാപിക്കണം. നീ വല്ലാണ്ട് തളർന്നിരിപ്പില്ലേ? ഇന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ദുസ്ഥിതിയില്ലേ? നിവർന്നു നിൽക്കാൻ കഴിയാത്ത, അത് സാമ്പത്തികം കൊണ്ടാകാം, ദാമ്പത്യ ജീവിതത്തിലാകാം, പല വിധത്തിലും നിവർന്നു നിൽക്കാൻ കഴിയാത്ത ദുസ്ഥിതിയിൽ എത്ര ആളുകളുണ്ട്. അപ്പൊ അത് ഓരോന്നും മാറ്റി മാറ്റിയിട്ട് അവസാനം തമ്പുരാൻ ആ പൂർണ്ണതയിലേക്ക്, ഇതെന്റെ രക്തമാകുന്നു. വെള്ളത്തെ വീഞ്ഞാക്കി വീഞ്ഞിനെ രക്തമാക്കുകയാണ്. അപ്പൊ എന്നെയും നിങ്ങളെയും തമ്പുരാന്റെ രക്തമുള്ളവരാക്കി, തമ്പുരാന്റെ ശരീരമാക്കി. അതുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ഭാവമാവണം. ക്രിസ്തുവിന്റെ ഭാവമാവണം പറഞ്ഞവന് തലയോളം വളരണം. നിനക്കിപ്പോ ഗുണവും മണവും ഒന്നുമില്ലാത്തൊരു നിർജീവ അവസ്ഥയില്ലേ ഇന്നത്തെ അവസ്ഥ? എന്റെ നിങ്ങളുടെയൊക്കെ അവസ്ഥ അങ്ങനെ ഇരിക്കാനല്ല, ഇച്ചിരി വീര്യമൊക്കെ ഉള്ള ഒരാളോ, ഇച്ചിരി ആത്മീയതയുടെ വീര്യം വേണം. ആ വീര്യത്തിൽ നിന്നാ പോരാ, വളരണം. വളരണമെങ്കിൽ കുഷ്ഠം മാറ്റണം, തളർച്ച മാറ്റണം, കാഴ്ചയില്ലായ്മ, നിന്റെ ഇപ്പോഴത്തെ വിവേകമില്ലാത്ത, ദൂരക്കാഴ്ചയില്ലാത്ത, ക്രാന്തദർശിത്വമില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, അതൊക്കെ അത് മാറണം. കാണേണ്ടവയെ കാണേണ്ടതുപോലെ കാണാൻ ഇന്ന് കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിന്റെ മാതാപിതാക്കൾ നിന്നിൽ അന്യമാകുമായിരുന്നു. നിന്റെ രക്തവും മാംസവുമായ കൂടപ്പിറപ്പുകൾ അന്യമാകുമായിരുന്നു. നീ ജന്മം കൊടുത്ത മക്കൾ നിന്നെ കാണുന്നത് ചതുർത്ഥിയാകുമായിരുന്നു. അപ്പൊ കാണേണ്ടതുപോലെ കാണാൻ കഴിയാത്ത അവസ്ഥയൊക്കെ മാറണം. ഇതൊക്കെ മാറി മാറി വരുമ്പോഴാണ് നീ ക്രിസ്തുവിന്റെ സ്വന്തമായിട്ട് തീരുക, അവന്റെ ശരീരമായി, അവന്റെ രക്തമായി. അപ്പൊ ഈ നോമ്പിന്റെ പരമ്യത എന്ന് പറയുന്ന അതാ, അതിജീവനത്തിന്റെ ആത്യന്തികമായ തലമെന്ന് പറയുന്ന അതാ. ഞാൻ ക്രിസ്തുവിൽ ഒന്നായിട്ട് തീരുക. ഹൈന്ദവ ചിന്തയും വ്യത്യസ്തമല്ല. ഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെ ഈശ്വരനായിട്ട് തീരുകയാണ്. ഞാൻ ദൈവത്തിന്റെ പതിപ്പായിട്ട് തീരുക. അപ്പൊ നോമ്പ് നമ്മെ കൊണ്ടെത്തിക്കുന്ന അവിടേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ആഴ്ച ഈ ചിന്ത നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് നമ്മിൽ രൂപാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കൂ. അങ്ങനെ രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതും ഈ ആദ്യത്തെ ആഴ്ച നമ്മെ പഠിപ്പിക്കുന്നു. ഈ ആദ്യത്തെ ആഴ്ചയിൽ നാം പഠിക്കുന്നുണ്ട്. നിന്റെ സങ്കടങ്ങൾക്ക് അറുതി വരുവാൻ, നിന്റെ വേദനകൾക്ക് അറുതി വരുവാൻ ഞാൻ അക്കവിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ധ്യാനത്തില് അങ്ങനെ അക്കവിടേണ്ട കാര്യമില്ല. ഇതിൽ എന്തെങ്കിലും ഒരു അംശമായിരിക്കും നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുള്ളത്, അത് സ്വീകരിച്ചുകൊള്ളുക. അപ്പോ വേദനകൾക്ക് അറുതി വരുവാൻ, സങ്കടങ്ങൾക്ക് അറുതി വരുവാൻ എന്താ ചെയ്യേണ്ടത്? അതുകൂടെ പറഞ്ഞു കഴിയുമ്പോൾ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കുകയും ചെയ്യും. അത് കാനായിൽ കാണുകയാണ്. കാനായിൽ കാണുകയാണ്.
അവർ ഒരു സാന്നിധ്യം ഉറപ്പാക്കിയിരുന്നു. ആരുടെ സാന്നിധ്യം അത്? എന്റെ യേശുവിന്റെ സാന്നിധ്യം. ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ ഒഴിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഒരു സാന്നിധ്യം ഉണ്ടല്ലോ പലയിടങ്ങളിലും. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു പഠിച്ചോണ്ടിരുന്നു. അവിടെ ആഴ്ചയിൽ മാസത്തിലൊരിക്കലേ ഉള്ളൂ ഒരു പള്ളിയിലൊക്കെ, ബറൂച്ച് എന്ന് പറഞ്ഞു, ബറോഡയിലാണ് പഠിച്ചു. അവിടെ പോകുമ്പോൾ രാവിലെ ചെന്ന് പള്ളിയൊക്കെ വൃത്തിയാക്കും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരും. എല്ലാം കഴിഞ്ഞ് ആരാധനയൊക്കെ മടങ്ങുമ്പോൾ വലിയൊരു പറങ്കിത്താഴെന്ന് പറയും, വലിയ താഴിട്ട് ട്രസ്റ്റ് ചെയ്ത് പൂട്ടിയേച്ച് നമ്മൾ സാധാരണ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യും? ഒന്ന് വലിച്ചു നോക്കും. അപ്പൊ എന്റെ കൂടെ ഇപ്പൊ പരിമല അസിസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന റംബാച്ചനാണ്, ജോൺ റംബാച്ചൻ, യോഹനാൻ റംബാച്ചൻ. അദ്ദേഹം ഞങ്ങളെ ഒന്നിച്ചാ പോകുന്നത്. ഞങ്ങളെ കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകും. അപ്പൊ പുള്ളിക്കാരൻ തമാശയ്ക്കോ ഞങ്ങളോട് പറയും, കണ്ടോ ട്രസ്റ്റ് ചെയ്ത് വലിച്ചു നോക്കി. എന്തിനാണെന്നറിയാമോ? നമ്മുടെ പദ്ധതിക്ക് പറഞ്ഞത് പൂട്ട് വീണോന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പൊ റംബാച്ചൻ അത് തമാശയായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അത് പൂട്ട് വീണോ നോക്കാനല്ല, പൂട്ട് വീണോന്ന് ഉറപ്പ് വരുത്തുന്നതോടൊപ്പം ഇതിനകത്തൊരു കക്ഷി ഇരിപ്പുണ്ട്. ആരാ ദേവാലയത്തിനകത്തുള്ളത്? തമ്പുരാൻ. യാതൊരു കാരണവശാലും ഇതിനകത്തുനിന്ന് വെളിയിലോട്ടിറങ്ങി വന്നേക്കരുത്. ഇനിയിപ്പം ഒരു 2-3 ആഴ്ച എന്റെ ജീവിതമാണ്. അവിടെ കള്ളത്തരം കാണിക്കും, നിന്റെ ബിസിനസ്സിൽ, കുടുംബജീവിതത്തിൽ ഭാര്യയോട് ചൊവ്വേതരെ അല്ല ഇടപെടുന്നത്. എന്തെല്ലാം വേണ്ടാതീനങ്ങൾ കാട്ടാൻ പോവാന്നറിയാം അടുത്ത ആഴ്ചകളിൽ. അപ്പൊ അതിനകത്തൊന്നും വേണ്ടാതൊന്നും കയറി ഇടപെടരുത്. ഇനിയും കാണണ്ടപ്പോ ഞങ്ങൾ വരും, തുറക്കും, അകത്ത് കയറിക്കോളും. പലപ്പോഴൊക്കെ നമ്മുടെ ആത്മീയതയുടെ ശൈലി അതാണ്. ആലയത്തിൽ വന്നിരിക്കുന്ന ഈ മോഹം കണ്ടു കഴിഞ്ഞാൽ എന്റെ തമ്പുരാനെ കന്യാമറിയാൻ മാറിപ്പോവും, ഇല്ലേ? നമ്മുടെയൊക്കെ ഭാവം അതാ. പക്ഷെ ഇത് വിട്ടു കഴിഞ്ഞാൽ, അപ്പൊ ഞാനും നിങ്ങളൊക്കെ മാറ്റി നിർത്തുന്ന ചില ഭാവങ്ങളുണ്ട്. കല്യാണത്തിന്റെ ഒരുക്കമൊക്കെ എന്തൊരു ക്ഷേമമായില്ലേ നമ്മള്. ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കും, എത്ര എണ്ണമാണ്, എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാം. പക്ഷെ അതിലെവിടെയെങ്കിലും ഈ അനുഗ്രഹരമായ വിവാഹ കുദാശ നിർവഹിക്കപ്പെടാൻ ഒരു ദിവസം കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് ധ്യാനിക്കുക, ഒന്നിച്ച് ആലയത്തിൽ പോകുക, ഒന്നിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ച് നമ്മുടെ കുടുംബത്തിന്റെ വലിയ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. ആരെങ്കിലും ചെയ്യാറുണ്ടോ? ചിന്തിക്കാറുണ്ടോ? എന്റെ തമ്പുരാനെ കൂടാതെ ഒന്നുമില്ലെന്ന് ഒക്കെ പറയുന്നു. ഇവിടെയാണ് കാനാവിൽ സന്തോഷം കെട്ടടങ്ങാനൊന്നും സമയധികം വേണ്ടി വന്നില്ല. ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കണം, സന്തോഷങ്ങൾ കെട്ടടങ്ങുന്നതിനൊന്നും അധികം സമയം വേണ്ട. നിങ്ങൾ കേട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും ചിലപ്പോഴ്. അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ എന്ന പ്രദേശത്ത് നാസയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ സന്ദർശിക്കുമ്പോൾ നേരിട്ട് കണ്ടതാണ്ട് കൃത്യമായിട്ട് പറയുക. അവിടെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സ്ത്രീയുടെ പേര്, ഇന്ത്യക്കാരുടെ പേര്. അത് അന്വേഷിച്ചപ്പോഴാ പറഞ്ഞത് 2005 ഒരു ബഹിരാകാശ പേടകം പോയി. ഈ പേടകം തന്റെ ദൗത്യമെല്ലാം പൂർത്തീകരിച്ചിട്ട് മടങ്ങി വരികയാണ്. ഒരു തലനാരിഴയ്ക്ക് അതിന്റെ കണക്കുകൂട്ടലിൽ തെറ്റിയത് കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കർഷണം മൂലം കത്തിച്ചാമ്പലായി പോയി. 7 ശാസ്ത്രജ്ഞന്മാർ, അവർ 7 പേരുടെ പേരിൽ 7 വൃക്ഷങ്ങൾ, അതിലെ കൽപ്പന ചൗള അവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എത്രയോ നിരീക്ഷണം നടത്തിയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അതിലൊക്കെ കുറവുകൾ വരാം, എറേഴ്സ് വരാം. എല്ലാം അനുഗ്രഹമായി വന്ന് മടങ്ങി വരുന്ന വഴിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യന്റെ കണക്കൂട്ടലുകൾക്ക്, കൂട്ടലുകൾക്കും കിഴുകൾക്കൊക്കെ പരിധിയുണ്ട്. ഇവിടെയാണ് കാനാ വ്യത്യസ്തമാവുന്നത്. എങ്ങനെയത് വ്യത്യസ്തമായത്? തമ്പുരാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ നോമ്പിൽ ഞാനും നിങ്ങളും ഉറപ്പുവരുത്തേണ്ടുന്നൊരു കാര്യമാണ്. നീ എത്ര നേരം ഭക്ഷണം കഴിക്കാതെ പട്ടിണിയിരുന്നു എന്നുള്ളതല്ല, നീ എന്തെല്ലാം ചെയ്തു എന്നുള്ളതല്ല. നിന്നോടൊപ്പം വസിക്കുന്നൊരു ക്രിസ്തു നിന്നോടൊപ്പം ഉണ്ടോ? നീ അവനോടൊപ്പമാണോ? നീ അവനെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ നിന്നെ സ്നേഹിക്കുന്നു? ഇന്ന് ഉറപ്പുവരുത്തിയാൽ മതി. വൺ വേ ട്രാഫിക് ആകരുത്. പലപ്പോഴും നമ്മുടെയൊക്കെ ബന്ധം വൺ വേ ട്രാഫിക്കാ. ദൈവത്തിന് എന്നെ സ്നേഹിക്കത്തക്ക ഒരു ജീവിതമാണ് എൻ്റെ. ഞാൻ ആരെയും സ്നേഹിക്കണതിനൊക്കെ കാരണം ഉണ്ടാകും. ചുമ്മാ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. തമ്പുരാൻ എന്റെ ജീവിതം കാണുമ്പോൾ എന്നെ സ്നേഹിക്കാൻ കഴിയുമോ?
ദൈവ സാന്നിധ്യം ഉറപ്പുവരുത്താൻ സാധിക്കണം. നമ്മുടെ കണക്കൂട്ടലിലല്ല. ദൈവത്തിന്റെ കൃപ ലഭിക്കണമെങ്കിൽ അവനോടൊപ്പം. കാനാൻ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന അനുഗ്രഹകരമായ ചിന്തയതാ. ദൈവം ആരെയും കുറച്ചു കാട്ടുന്നവനല്ല. He valued the human relations. ഈ ദിവസത്തെ പ്രത്യേകത അതാ. അവൻ വില കൊടുക്കും മനുഷ്യ ബന്ധങ്ങൾക്ക്. തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്തു വന്ന എന്തോരം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒരു കല്യാണ വീട്ടിൽ പോയില്ലെന്നും പറഞ്ഞ് ആരും വഴിയൊന്നും പറയില്ല. പക്ഷെ തമ്പുരാൻ ചെറിയ കാര്യങ്ങൾ, എളിയ കാര്യങ്ങളിൽ പോലും പ്രമേയനെ വായിക്കും. അവൻ എളിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുന്നവരെ. പക്ഷെ നിന്റെ എളിയ കാര്യത്തിൽ ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ അവന്റെ സാന്നിധ്യം വേണമെന്ന് നിനക്ക് ചിന്തയുണ്ടോ? ചിന്തിച്ചാൽ മാത്രം പോരാ. അവന്റെ സാന്നിധ്യത്തിന് പക്വമാണോ, പാകമാണോ എന്റെ കുടുംബ ചുറ്റുപാട്, എന്റെ ജീവിതം തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ കാനാവിലെ സങ്കടത്തിന് നിവർത്തി വരാൻ കാരണം ദൈവ സാന്നിധ്യമാണ്, ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്, ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഉറപ്പുവരുത്തണമെങ്കിൽ നമുക്കൊരു രൂപാന്തരം, ഒരു പരിവർത്തനം, ഒരു വ്യത്യാസം ഉണ്ടാകാൻ സാധിക്കണം. നമുക്കൊരു പരിവർത്തനം ഉണ്ടാവണം. ആ രൂപാന്തരത്തിൻ്റെതാണ് ഈ പരിശുദ്ധ നോമ്പ്. ആ രൂപാന്തരത്തിന് വേണ്ടി നിന്നെ വിളിക്കുന്നതാണ് ഈ പരിശുദ്ധ നോമ്പ്. ഈ വെള്ളം വീഞ്ഞാങ്ങുന്നതിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഇതാ. നമുക്കൊരു പരിവർത്തനം, ഒരു രൂപാന്തരം, ഒരു വ്യത്യാസം. നമുക്കറിയാം മൾബറി ചെടികളിലൊക്കെ പുഴുവുണ്ട്. ഈ പുഴുവിന്റെ ആഹാരം തീറ്റ എന്താ? ആ വൃക്ഷത്തിന്റെ ഇലകളെല്ലാം നശിപ്പിക്കുകയാണ്. ശരിയാണ്. ഏത് ചെടികളിലും ഇലകൾ പച്ചിപ്പ് നശിപ്പിച്ചു കളയും പുഴുവല്ല. പക്ഷെ പുഴു ഒരു ഘട്ടത്തിൽ അത് സമാധിയിലേക്ക് പ്രവേശിക്കും. ലാർവ, പീപ്പ എന്നൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു. ആ പീപ്പ ദശയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നിശബ്ദമാണ്, നിശബ്ദമാണ്. ഞാനും നിങ്ങളും ഒക്കെ ഈ പുഴുവിനെ പോലെ വല്ലാതെ ഞൊരച്ചല്ലേ ഇപ്പൊ ജീവിക്കുന്നു. ആ ഞൊളപ്പൊക്കെയോ നിർത്തിയിട്ട് ഈ നോമ്പുകാലം ഒരു സമാധിയുടെ കാലമാണ്. ഈ നോമ്പുകാലം തമ്പുരാന്റെ സന്നിധി അവനോട് ചേർന്നിരിക്കുന്ന ഒരു കാലമാണ്. ഈ പീപ്പാവസ്ഥ കഴിഞ്ഞാലത്തെ പിന്നെ അവസ്ഥ എന്താണെന്നറിയാം? പിന്നെ അത് ശലഭമായിട്ട് മാറുകയാണ്, പിന്നെ അത് പറക്കുകയാണ്. എത്ര സുന്ദരമാ കാഴ്ച കാണാൻ. പുഴുവായിരിക്കുന്ന നികൃഷ്ടാവസ്ഥയിൽ നിന്ന് ശലഭമാകുമ്പോഴത്തേക്കുള്ള രൂപാന്തരം എത്ര സുന്ദരമാക്കുക. അതിന് മാത്രമോ? പിന്നത് ചെടികളുടെ ഏറ്റവും വലിയ സുഹൃത്തായി തീരുക. വൃക്ഷങ്ങളുടെ പൂകളിൽ നിന്ന് അത് പരപരാഗണം നടത്തുവാൻ തക്കവണ്ണം അതിനെ സഹായിക്കുക. അതിന്റെ നിർമ്മിതിക്കായി, അതിന്റെ വളർച്ചയ്ക്കായി, അതിന്റെ പുരോഗതിക്കായി, അതിന്റെ പുനഃസൃഷ്ടിക്കായി ഒക്കെ സഹായിയായിട്ട് തീരുക. ഈ പരിവർത്തനം ഒരു നികൃഷ്ടമായ ഒരു കൊച്ചു ജീവിയിൽ നടക്കുന്നെങ്കിൽ അവന്റെ സാദൃശ്യവും സ്വരൂപവും പേറുന്ന എനിക്ക് നിങ്ങൾക്കും എന്തേ ജീവിതത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു പരിവർത്തനം നമുക്കുണ്ടാവുന്നില്ല? നമ്മുടെ ചിന്തയിൽ, മനോഭാവത്തിൽ ഒക്കെ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. ഒരേ സ്പീഷീസിൽപ്പെട്ട ഒരു 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 ജീവിയുണ്ട്. രണ്ടും ഒരേ പേരാ പറഞ്ഞു, ഈച്ചയും തേനീച്ചയും. എന്താ ഈച്ചയ്ക്കും തേനീച്ചയ്ക്കും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാം? ഈച്ച എവിടെ ഇരിക്കണേ? എപ്പോഴും ഏറ്റവും മലിനമായതാ അതിന്റെ ഇഷ്ടം. അതിന് ഇഷ്ടം മലിനമായതാ. ഒരേ സ്പീഷീസിൽപ്പെട്ട സാധനം. പക്ഷെ തേനീച്ച എവിടെ പോയിരിക്കുന്ന അറിയാം? അത് പൂവിന്റെ അത് നെക്ടറാണ്, തേനാണ്. അതിന് സുന്ദര പ്രതലത്തിൽ മൃദുലമായി പോയിരുന്ന് തേനൂറിയെടുക്കുക. ഏതെങ്കിലും തേനീച്ച പോയി മലിനമായടത്ത് പോയി മാലിന്യത്തിൽ പോയിരിക്കുവോ? ഇല്ല, ഒരിക്കലും ഇരിക്കില്ല. ഇനി ഒന്നും തേൻ കിട്ടിയില്ലേ പോലും ഇരിക്കില്ല. എന്നാൽ മറിച്ച് ഈച്ച വിട്ടു നോക്കാം, അവിടെ പോയി ഇഷ്ടമില്ല. അതൊന്ന് അവിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് പോയിരിക്കും. ഞാനും നിങ്ങളും ഒരേ സ്പീഷീസിൽപ്പെട്ട ആളുകളാണ്. മനുഷ്യനെല്ലാം ഒരേ സ്പീഷീസിൽപ്പെട്ടതാ. നമ്മുടെ ചില പൂർവികന്മാരും ഉണ്ട്, അതും ഒരേ സ്പീഷീസാണ്. പക്ഷേ എങ്കിൽ ഞാൻ ഈച്ചയാണോ തേനീച്ചയാണോ എന്റെ ജീവിതം? നന്മ കാണാനും നന്മ സ്വീകരിക്കുന്ന ജീവിതാനുഭവമാണോ എന്റേത്? മാലിന്യങ്ങൾ തേടിയുള്ള വല്ലാത്തൊരു പരക്കം പാച്ചിലാണോ? ആ ഈച്ചയുടെ ശബ്ദം എന്ത് അരോചകമല്ലേ, നമ്മളെ ഓടിച്ചു കളയും. ആ മൂളിക്കൊണ്ടുള്ള പറക്കല്. എന്നെയും നിങ്ങളെയും ഒന്നും ആ ശബ്ദം പോലും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല പലപ്പോഴും. ശരി, തിരിച്ചറിയണം. അതുകൊണ്ട് ആ പുഴുവായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്
ശലഭമായ ഒരു അവസ്ഥയിലേക്ക് ഒരു രൂപാന്തരം. അനിവാര്യമായിരിക്കുന്നത് വെള്ളത്തെ വീഞ്ഞാക്കിയവൻ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം. വെള്ളത്തെ വീഞ്ഞാക്കിയവൻ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യമാണ് അത് വേണ്ടത്, അനിവാര്യമായിട്ടുള്ളതാണ്. അവിടെ മാത്രമേ നമുക്കത് അനുഭവവേദ്യമായിട്ട് തീരുവാൻ തക്കവണ്ണം ഇടയാവുകയുള്ളൂ. ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കണം. അതിന് വീണ്ടും നമുക്കൊരു സാന്നിധ്യം കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞ് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തീരുക. അതിന് ഒത്താശയായിട്ട് നമുക്ക് സഹായിയുണ്ട്. ഇവിടെ ഈ കൂട്ടായ്മ അതാണ്, ആ ആളിന്റെ സാന്നിധ്യമാണ്. ആരാണത്? അമ്മയാണ്. സാന്ത്വനം പകരുന്ന അമ്മയാണ്. സാന്ത്വനത്തിന്റെ ഒരു തൂവൽ സ്പർശം, അഭയം അമ്മയാണ്. അമ്മ ഒരു വികാരമാണ്. അമ്മയ്ക്ക് മാത്രമേ അത് കഴിയുള്ളൂ. ഏത് കഴിയുള്ളൂ? അവിടെ വായിക്കുന്നുണ്ടല്ലോ, നമ്മൾ പലവട്ടം വായിച്ചുണ്ട്. ഇത് ഞാൻ വേദപുസ്തകത്തിലേക്ക് റെഫർ ചെയ്യാതെ പോകുന്നു. ആരെങ്കിലും വന്ന് പറഞ്ഞു ഓടിപ്പിടിച്ചുകൊണ്ട് വിരുന്നുവാഴിയെടുത്തേന്ന് മണവാളന്റെ അപ്പനും അമ്മയും എല്ലാം കൂടെ കരഞ്ഞു പിടിച്ച് ഞങ്ങളെ നാണം കെടുത്തല്ലേ, എന്തെങ്കിലും വഴി ഉണ്ടാക്കണേ, നീ ആ കൊച്ചിനോടൊന്ന് പറ എന്ന് പറഞ്ഞു വന്നോ? ആരും പോയതായിട്ട് പറയുന്നില്ല. അങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. വീട്ടുടയവൻ വന്ന് അമ്മയെ കണ്ട് ഇതുപോലെയുള്ള പ്രതിസന്ധിയിലാണ് ഞങ്ങൾ എന്ന് പറയില്ല. അമ്മയുടെ പ്രത്യേകത, നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു അമ്മയാണ് ഇവിടെ ഉള്ളത്. ആ അമ്മയുടെ മോനുമാ. അമ്മയുടെ സ്വഭാവമല്ലേ മക്കള് കാണിക്കുക. ആ അമ്മയുടെ സ്വഭാവം തന്നെ മോനും ഉണ്ട്. നീ പറയൊന്നും വേണ്ട, നിന്നെ അറിയാം, നിന്റെ വേദന അറിയാം. ഈ നോമ്പുകാലം ഉയർത്തുന്ന വലിയ ചിന്തയും അതാ. അവർ രണ്ടുപേരും, അമ്മയും മകനും, they are always rendering a helping hand those who are in need. ആവശ്യമുള്ളവന്റെ മുമ്പിൽ കരം നീട്ടുന്ന അമ്മയും മകനെയാ കാണുന്നത്. നീ അതിന് ഭിക്ഷക്കാരുടെ കൂട്ട് കൈ നീട്ടി മുമ്പ് അമ്മ വല്ലോം തരണേ പറയൊന്നും വേണ്ട. ഭിക്ഷക്കാരെ പറയുന്നില്ലേ, അമ്മ വല്ലോം തരണേ എന്ന് പറഞ്ഞ് കാറി വിളിക്കണ്ട. നീ കൈ നീട്ടാനും പോകണ്ട. പക്ഷെ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവന് ചേർന്ന് നിൽക്കാൻ കഴിയണം. നിന്നെ കാണുമ്പോൾ അവൾക്ക് ചേർന്ന് നിൽക്കാൻ കഴിയണം അമ്മയ്ക്ക്. അത് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. അവന് ഇഷ്ടമില്ലാത്തൊരിടമുണ്ട്, അത് അവിശുദ്ധിയുടെ ഇടമാണ്. അവന് ഇഷ്ടമുള്ളോടം വിശുദ്ധിയുടെ ഇടമാണ്. ഇവിടെ അമ്മയുടെ സാന്നിധ്യം അമ്മയെ അറിയുകയാണ്. അവന്റെ ഇല്ലവല്ലാഴികൾ അമ്മയെ അറിയുകയാണ്. ഇത് അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നെ കേൾക്കുന്ന ശബ്ദപരിധിയിൽ, ദൃശ്യപരിധിയിൽ എന്റെ മുമ്പിൽ വിറുങ്ങലിച്ച ഹൃദയത്തോടിരിക്കുന്ന ആളുകളുണ്ടല്ലോ. ഒന്ന് പൊട്ടിക്കരയാൻ പറ്റിയെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ. നീ നെടുവീർപ്പിടേണ്ട കാര്യമില്ല. നിന്റെ ആ ചലനങ്ങളൊക്കെ തമ്പുരാൻ അറിയുന്നുണ്ട്. നിന്റെ ഹൃദയ ഇടിപ്പ് വർദ്ധിക്കുന്നതൊക്കെ തമ്പുരാൻ അറിയുന്നുണ്ട്. ആ അമ്മ അറിയുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് നിന്റെ അരികിലേക്ക് വരാൻ കഴിയാത്ത ചില വല്ലാത്ത വേലിക്കെട്ടുകൾ. നമ്മൾ സന്ധ്യാപ്രാർത്ഥന, സൂത്താറ പ്രാർത്ഥന പറയുന്നുണ്ട്, പാപം ഒരു വേലിക്കെട്ടായി തീർന്നേക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു. പിതാക്കന്മാര് പറയുന്ന, പ്രത്യേകിച്ച് കെംദായുടെ സൂത്താറായിലെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. എന്റെ പാപം ഒരു വേലിക്കെട്ടായിട്ട് തീരുമോ എന്ന് ഞാൻ ആശപ്പെടുകയാണ്. സൂചന വന്നു, പ്രസംഗം നിർത്തേണ്ടത്. ഞാൻ നിർത്തുക. പാപം ഉള്ളത് തമ്പുരാൻ അടുത്ത് നിൽക്കാൻ പേടിയുള്ളതും കഴിയാത്തതും. അവൻ പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. പാപിയെ സ്നേഹിക്കുന്നവൻ പാപത്തെ വെറുക്കുന്നു. അമ്മയ്ക്കും ഇഷ്ടമുള്ളതാ പാപി, പക്ഷേ പാപത്തെ അവളും വെറുക്കുന്നു. കാരണം അവിടെ ജീവിതം അതായിരുന്നു. അതുകൊണ്ട് പിതാക്കന്മാർ അമ്മയുടെ ജീവിതത്തെ പെട്ടകത്തോട് ഉപമിച്ചു. എന്താ പെട്ടകം? അകവും പുറവും തങ്കം കൊണ്ട് പൊതിഞ്ഞതാ പെട്ടകം. ഈ തങ്കം കൊണ്ട് പൊതിഞ്ഞതിന്റെ പ്രത്യേകത ക്ലാവ് പിടിക്കുകയില്ല. മറ്റേത് ലോഹമാണെങ്കിലും ക്ലാവ് പിടിക്കും, തങ്കത്തെ ക്ലാവ് പിടിക്കുകയില്ല. അപ്പൊ അമ്മ ക്ലാവ് പിടിക്കാത്ത വ്യക്തിത്വമാണ്, അകവും പുറവും. ഇന്ന് പെട്ടകം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളൊക്കെ ആണെങ്കിൽ പുറം മാത്രം ഒന്ന് പൂശി വെച്ചേക്കും, അകത്താര് കാണാൻ പോകുന്നു ചോദിക്കും. ഇത് അകവും പുറവും തങ്കം പൂശിയതുപോലെ അമ്മ നല്ല സുന്ദരമായി സുതാര്യമായ ജീവിതം, ധന്യജീവിതം. അതുകൊണ്ട് നിന്റെ വെള്ളത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു പരിവർത്തനം വേണ്ടേ? അതൊന്ന് വീഞ്ഞാവണ്ടേ, വീര്യമുള്ളതാവണ്ടേ, മണമുള്ളതാവണ്ടേ, ഗുണമുള്ളതാവണ്ടേ? നോമ്പിൽ തുടക്കത്തിൽ തമ്പുരാൻ ആവശ്യം വലിയ വെല്ലുവിളിയാ. അവന്റെ കരം നീട്ടിവെച്ചിരിക്കുക, അത് കുറുകിപ്പോയിട്ടില്ല. നിന്നെ സൗഖ്യമാക്കാതിരിപ്പാൻ തക്കവണ്ണം, സഹായിക്കാതിരിപ്പാൻ തക്കവണ്ണം കുറുകിപ്പോയിട്ടില്ല. അമ്മയുടെ കരവും മടങ്ങിയിട്ടില്ല, അത് നീട്ടിവെച്ചിരിക്കുക നിന്നെ സഹായിക്കാൻ, ചേർത്ത് നിർത്താൻ. അമ്മയുടെ ഫോട്ടോ കണ്ടിട്ടില്ലേ? ആ നെഞ്ചോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ, ആ കുഞ്ഞിന്റെ സ്ഥാനത്ത് അമ്മയ്ക്ക് നിങ്ങളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുക.
പക്ഷേ നിന്നെ എടുക്കാൻ കഴിയാത്ത വിധം എന്തൊക്കെയോ മാലിന്യങ്ങൾ നിന്നിൽ വല്ലാതെ പറ്റിയിട്ടുണ്ട്. അമ്മയ്ക്ക് മാലിന്യം ഒരു വിഷയമല്ല, പക്ഷെ നിനക്കൊരു മനസ്സുണ്ടോ അതിൽ നിന്ന് മുക്തമാകാൻ? കനാവിലെ വിഷയം കൊണ്ട് സമർപ്പിക്കുക തമ്പുരാന്റെ സന്നിധിയിൽ. അതിന് ശാശ്വതമായ പരിഹാരം, ശ്രേഷ്ഠമായ പരിഹാരം. അതാ ശാശ്വതമെന്ന് മാത്രം പോരാ, ശ്രേഷ്ഠമായ പരിഹാരം. മെൽത്തരമാ ശ്രേഷ്ഠമാ പരിഹാരം തമ്പുരാൻ തരുന്ന. നിന്നെ പലരും സഹായിക്കാനൊക്കെ കാണും, പക്ഷെ ആ സഹായത്തിനൊക്കെ എന്തോ ഒരു പരിമിതിയുണ്ട്. ഇതെത്ര വിശാലമാ, ശ്രേഷ്ഠമായ പരിഹാരം. അത് ആരോഗ്യ വിഷയമാവട്ടെ, സാമ്പത്തിക വിഷയമാവട്ടെ, നിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങളാവട്ടെ, പരിഹാരമോതുന്നൊരു തമ്പുരാൻ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നൊരു തമ്പുരാൻ, വെള്ളത്തെ വെയിഞ്ഞാക്കി മാറ്റുന്നൊരു തമ്പുരാൻ. അതുകൊണ്ട് നിർത്താനല്ല തമ്പുരാന്റെ ആഗ്രഹം. ഈ നോമ്പിലൂടെ മുമ്പോട്ട് പ്രയാണം ചെയ്യുമ്പോൾ നിന്റെ കുഷ്ഠാവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തി, നിന്റെ തളർവാദാവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തി, നിന്റെ വല്ലാത്ത പാപത്തിൽ കുനിഞ്ഞ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തി, നിന്റെ പിറവിയുടെ ബലഹീനതകളുടെ കുറവുകളെ പോക്കി നിന്നെ തന്നെ ശക്തീകരിച്ച് തമ്പുരാനെ രക്ഷിക്ക. അതാ ഹോശനയുടെ വാക്കിന്റെ അർത്ഥം. അതാ രക്ഷിക്ക എന്ന് പറയാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്നെ വീഞ്ഞിന്റെ അവസ്ഥയിൽ നിന്ന് എന്താക്കി? തമ്പുരാന്റെ ചുടുരക്തമാക്കി. തമ്പുരാന്റെ ചുടുരക്തത്താൽ നിന്നെ മുദ്രയിട്ട് എല്ലാത്തിൽ നിന്നും വിടുതൽ നിന്ന് നിന്നെ ശക്തിയോടെ നടത്തുന്നൊരു ദൈവം. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി, അതാണ് നോമ്പ് നമ്മുടെ മുമ്പിൽ തരുന്ന അനുഗ്രഹമായ ഒരു വാഗ്ദാനം, പ്രോമിസ്. കനായിൽ നിന്ന് കാൽവറിയിലേക്കുള്ള തീർത്ഥാടനത്തിന്റെ വഴിത്താര അത് ശൂന്യതയുടെ വഴിത്താരയല്ല, അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുന്ന വഴിത്താരയാണ്. ഈ വഴിത്താരയിലൂടെയുള്ള ആദ്യത്തെ ആഴ്ചയിലെ 3-ാം ദിനമേ ആയിട്ടുള്ളൂ. അതാ 3-ാം നാളിൽ കനായിൽ ഒരു കല്യാണം എന്നാണ് ദിവസം തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്യാൻ കിടക്കുന്നില്ല. 3 ദിനമേ ആയിട്ടുള്ളൂ. സ്റ്റിൽ ടൈം ഈസ് ദേർ. നിനക്ക് സമയമുണ്ട് നല്ലൊരു തീരുമാനം എടുക്കാൻ. ഈ പരിശുദ്ധ നോമ്പ് ആ നിലയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുമെങ്കിൽ, ആ നിലയിൽ നമുക്ക് ഒരുങ്ങാൻ സാധിക്കുന്നെങ്കിൽ, തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട്, അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട്, കനാവിലെ വെള്ളത്തിന് വീഞ്ഞായി മാറുവാൻ, മെൽത്തരം വീഞ്ഞായി മാറുവാൻ, അവസ്ഥാന്തരമുണ്ടാകുവാൻ ദൈവം സഹായിച്ചെങ്കിൽ നിന്റെ നിർജീവാവസ്ഥയെ, ഗുണമില്ലാത്ത മണമില്ലാത്ത അവസ്ഥയെ തമ്പുരാൻ അനുഗ്രഹത്തോടെ ലണ്ടനിലെ സൺഡേ സ്കൂളിൽ പിള്ളേർക്ക് ഒരു ഓപ്ഷൻ കൊടുത്തു. എന്താന്ന് ചോദിച്ചാൽ, ഈ കനാവിലെ കല്യാണത്തെ കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞു. അവരങ്ങോട്ടും വിശാലമായിട്ട്, പിള്ളേരല്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് കസറും അങ്ങ് എഴുതി പേജുകൾ അങ്ങോട്ട് എഴുതാൻ തുടങ്ങി. പക്ഷെ ഒരുത്തൻ വല്ലാണ്ടിരുന്ന് കുത്തി വരച്ചുകൊണ്ടിരിക്കുന്നു അലക്ഷ്യമായി. അവസാനം ടൈം തീരാറായപ്പോഴത്തേക്ക് പറഞ്ഞു, ഇനി അടുത്തൊരു പരീക്ഷയ്ക്ക് എങ്ങനല്ലേ, അടുത്ത 5 മിനിറ്റ് കൊണ്ട് സമാപിക്കും. ഇത് 5 മിനിറ്റും പറഞ്ഞില്ല, 1 മിനിറ്റേ ഉള്ളൂ. അവൻ 1 മിനിറ്റ് കൊണ്ട് ഒരു കുറിപ്പ് എഴുതി കൊടുത്തു. എല്ലാ കുറിപ്പുകളും വാങ്ങി വായിച്ചതിന് ശേഷം സമ്മാനാർഹമായിട്ടുള്ളത് ഡിക്ലെയർ ചെയ്തപ്പോൾ ഈ മനുഷ്യന്റെ കുറിപ്പാ. അതെല്ലാവർക്കും അതിശയം തോന്നി. എല്ലാവരും വാരി വലിച്ച് കൃത്യമായിട്ട് എഴുതി. ഇവനൊറ്റ വാക്കില്ല, സംക്ഷിപ്തം എഴുതിയിരിക്കുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുക, വാട്ടർ സോ ഇറ്റ്സ് മാസ്റ്റർ ആൻഡ് ബ്ലഷ്ഡ്. എന്താ വാക്കിന്റെ അർത്ഥം? സൃഷ്ടാവ് വെള്ളത്തെ കണ്ടു, ഉടയവൻ വെള്ളത്തെ കണ്ടു, വെള്ളം ചുമന്നു തുടുത്തു വീഞ്ഞായി. സൃഷ്ടാവിനെ കണ്ടപ്പോൾ ഒരു പരിവർത്തനം, അത് മാത്രമാണ് നടക്കുന്നത്. അല്ലാണ്ട് ഇവിടെ മറ്റൊരു കാര്യങ്ങളും അല്ല. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ മുഖാമുഖം കാണുമ്പോൾ വലിയ പരിവർത്തനമാണ്. പിൽക്കാലത്ത് 18-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ആംഗലേയ സാഹിത്യത്തെ സമ്പന്നമാക്കിയ ലോർഡ് ബൈറൺ എന്ന് പറയുന്ന അനുഗ്രഹീത കവിയായി തീർന്നത് അദ്ദേഹമാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കുറിപ്പാണെന്നാണ് പറയുന്നത്, ലോർഡ് ബൈറന്റെ. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തെ ഒന്നും കോട്ട് ചെയ്യാനല്ല, അത് ആ പരിജ്ഞാനം വിളമ്പാനുമല്ല. സൃഷ്ടിയും സൃഷ്ടാവും കണ്ടപ്പം പരിവർത്തനം വന്നേ പറ്റുള്ളൂ. അപ്പൊ എനിക്കും നിങ്ങൾക്കും പരിവർത്തനമില്ലെങ്കിൽ 50 ദിവസത്തെ പട്ടിണിയായിട്ട് മാറും. 50 ദിവസത്തെ നിലത്ത് ചുമ്മാണ്ട് മുട്ടുകുത്തി നടുവിന്റെ വേദനയും ഡിസ്കിന്റെ വേദനയും കൂട്ടും. അത് കവിഞ്ഞൊന്നുമില്ല. പരിവർത്തനം വേണോ? നീ സൃഷ്ടാവിനെ ഓരോ കുമ്പിടലും, ഇന്ന് അതുകൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലെന്ന് അച്ഛൻ പറഞ്ഞു. മധ്യസ്ഥ പ്രാർത്ഥന അല്ല ആവശ്യം, കുമ്പിടിയിലാണ്. നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് വലിയ നോമ്പിൽ എന്താ കുമ്പിടാൻ പോകുന്നത്? തമ്പുരാന്റെ 4 മുറിവുകളിലേക്കാ കുമ്പിടുന്നത്. എവിടേക്കാ 4 മുറിവ്? മുറിവ് 5 ഉണ്ട്, പക്ഷെ 4 കുമ്പിടുന്നത്. എന്താ
ആദ്യം ഇടം കൈയിൽ തമ്പുരാന്റെ കീറി മുറിച്ചിരിക്കുക, ചോരപ്പാടുള്ളൊരു മുറിപ്പാടുണ്ട്. ഓരോ കുമ്പിടുമ്പോഴും അതിനെ ഒന്ന് മുത്തണം. നിന്റെ രോഗങ്ങൾ, നിന്റെ വേദനകൾ, ഈ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു എന്ന ചിന്തയോടും ബോധ്യത്തോടും ലഭിച്ചു വിശ്വാസത്തോടെ കുമ്പിടണം. 10 പ്രാവശ്യമാണ്. അടുത്ത വലങ്കൈയിൽ ചോരപ്പാടുണ്ട്. നിന്റെ മനസ്സ് വേദനപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, ഓർത്തോണ്ടൊന്ന് ചുംബിച്ചേ ആ കുമ്പിൽ. അല്ല വേദനിക്കുന്നു, കാല് വേദനിക്കുന്നു പറഞ്ഞോണ്ടല്ല ചുംബിച്ചുണ്ട്, അതിൽ ചുംബിച്ചാട്ട്. പിന്നെ തമ്പുരാന്റെ ചങ്കിലൊരു മുറിവില്ലേ, രക്തവും വെള്ളവും ഒഴുകിയ മുറിവ്. നിനക്ക് ചുംബിക്കാൻ തമ്പുരാൻ അവസരം തരിക. അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴിയെങ്കിൽ അവിടെ ഒന്ന് ചുംബിച്ചിട്ട് നിന്റെ വേദന അവിടോട്ടൊന്ന് ഇറക്കി വെച്ച് എപ്പോഴാ പരിഹാരം, എപ്പോ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. വീണ്ടും ഒരു മുറിവുണ്ട്. 2 കാലിലും 2 മുറിവുണ്ടെങ്കിലും അവനെ കുരിശിച്ചപ്പോൾ 2 കാലും ചേർത്ത് വെച്ച് ആണി അടിച്ചു അല്ലേ? അങ്ങനല്ലേ പടം കണ്ടിട്ടുണ്ട്, ചേർത്ത് വെച്ച്. അതുകൊണ്ട് ഒറ്റ മുറിവായിട്ട് അതിനെ കാണുക. 2 കാലിലും ഉണ്ടെങ്കിലും അവിടെയും 10 പ്രാവശ്യം തമ്പുരാനെ വല്ലവും പൊറുക്കണം, ക്ഷമിക്കണം. അപരാധിയാണ് ഞാൻ, തെറ്റിപ്പോയി, ഞാൻ ഇഷ്ടമില്ലാത്ത വാക്കുച്ചരിച്ചു, കർമ്മം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കാൻ യോഗ്യതയില്ല. ആ മനുഷ്യൻ പറഞ്ഞല്ലോ, നിന്റെ കൂലിക്കാരനെ പോലെങ്കിലും ഒന്ന് സ്വീകരിച്ചുകൂടെ. എപ്പോഴാവും പറഞ്ഞത്? സുബോധം വന്നപ്പോഴാ. 15-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, ലൂക്കോസിന്റെ സുവിശേഷം, അവന് സുബോധം വന്നപ്പോ. അപ്പൊ നമുക്ക് പറയാനുള്ള മടി, സുബോധമില്ല, ഇന്നും ബോധമില്ല. ഇവിടെ വന്ന് ഇരിപ്പൊക്കെ ഉണ്ട്, ബോധമില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന, ബോധമില്ല എനിക്കും. സുബോധം വന്നെങ്കിലേ പറയാൻ പറ്റത്തുള്ളൂ. ആ കാൽക്കൽ 2 കാലും ചേർത്ത് വെച്ചിരിക്കുക, എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ആണി അടിച്ചു വെച്ചേക്കുക. ഒന്ന് കുമ്പിട്ട് 40 പ്രാവശ്യം. നിന്റെ പാപങ്ങളെ പരിഹരിക്കുന്നൊരു ദൈവം, നിന്റെ വേദനകളെ പോക്കുന്നൊരു ദൈവം, നിന്റെ സൗഖ്യം തരുന്ന അടിപ്പിണരുകളാൽ സൗഖ്യം തന്നൊരു ദൈവം, നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരു അമ്മ കുരിശിനരികിലുണ്ട്. കുരിശിനരികിലുണ്ട്, കുരിശിനരികിൽ നിൽക്കുന്ന അമ്മ. അവളുടെ കണ്ണ് ഈർന്നണിഞ്ഞിട്ടില്ല, മോനോട് സ്നേഹമില്ലഞ്ഞിട്ടല്ല, തമ്പുരാന്റെ ഹിതം നിറവേറ്റുമ്പോൾ ആർക്കാ ചോദ്യം ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥനയാണ്, ഇതാ മധ്യസ്ഥത. ഇവിടെ പ്രാർത്ഥനകൾക്ക് ശേഷം കുമ്പിടുമ്പോൾ ഓരോരുത്തരും ആരോഗ്യ പ്രശ്നമുള്ള അനേക ആളുകളുണ്ടെന്നറിയാം. എങ്കിൽ പോലും നമ്മുടെ ധ്യാനം മുഴുവൻ കണ്ണുകൾ അടച്ച് തമ്പുരാന്റെ ഓരോ ആണിപ്പാടിൽ നീ മനസ്സ് വേദനിക്കുന്ന ഓരോ വിഷയം വെച്ചാട്ട്, അത് ഞാനിവിടെ എടുത്തു പറയേണ്ട കാര്യമില്ല, ഓരോ വിഷയം വെച്ചാട്ട് നിന്നെ അവൻ നിരാശനായിട്ട് വിടില്ല, നിന്നെ അവൻ വെറും കൈയോടെ വിടില്ല. അത് നിന്റെ മക്കളുടെ ജീവിത പ്രശ്നമാവട്ടെ, മക്കളുടെ പഠിത്തമാകട്ടെ, മക്കളില്ലാത്ത ദുഃഖം പേറുന്ന വിതുമ്പുന്ന മനസ്സാവട്ടെ, നിന്റെ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള പ്രയാണമാവട്ടെ, നിന്റെ ഉറക്കം കെടുത്തുന്ന രോഗപ്രശ്നങ്ങളാവട്ടെ, നീ ഞെട്ടി ഉണരുന്ന സാമ്പത്തിക പ്രതിസന്ധിയാവട്ടെ, വിദൂരതയിലുള്ള നിന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള വിലാപങ്ങളാവട്ടെ, അത് മാത്രം പോരാ, നീ മറ്റുള്ളവരെ കുറിച്ച് കരുതുവാൻ നിന്നോട് നീ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട എന്തോരം ആളുകളുണ്ട്. പോരാ, അമ്മ ഒരു കാര്യം കൂടെ പറഞ്ഞു നമ്മളോട് കാനാവിൽ വെച്ച്. എന്താ പറഞ്ഞെന്നറിയാം? ശിഷ്യന്മാരോട് എന്താ പറഞ്ഞെന്നറിയാം? അവൻ വല്ലതും പറഞ്ഞാൽ അതെ അവൻ പറയുന്നൊക്കെ ചെയ്തോണം നിങ്ങൾ. അവൻ എന്തോരം കാര്യങ്ങൾ പറഞ്ഞേച്ചാ. 33 വർഷത്തിൽ 3 വർഷം എടുത്തതേ ഉള്ളൂ ചില കാര്യങ്ങൾ പറയാൻ, അതിലും കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ 3 വർഷം കൊണ്ട് എന്തോരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അമ്മ പറഞ്ഞു നിർത്തുന്നതാ, വല്ലതും പറയുന്നത് ചെയ്യണം. അവൻ പറഞ്ഞത് വല്ലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമേ, ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ, അരുതാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പിരക്കണം. ഓരോ ചുംബനും ഓരോ കുമ്പിടലും തമ്പുരാന്റെ മുറിപ്പാടുകളിൽ എന്റെ വേദനകളെ ഇറക്കി വെക്കുന്നതാണ്. സാന്ത്വനത്തിന്റെ കരസ്പർശം, തൂവൽ സ്പർശം അനുഭവിച്ചുകൊണ്ട് ഇവിടുന്ന് കടന്നു പോകാൻ സാധിക്കും. ദൈവം ആ ശക്തി ബലഹീനനിലും നിങ്ങൾ ഓരോരുത്തരും പകരട്ടെ എന്ന പ്രാർത്ഥനയോട് ലഭിച്ച നല്ല അവസരത്തിന്, ബഹുമാനപ്പെട്ട അച്ഛൻ തന്ന അവസരത്തിന് ജോൺ മാത്യൂസിനോടും അതുപോലെ സഹവികാരി ചുറ്റിജനോടുള്ള നന്ദി അറിയിക്കുന്നു. ശ്രദ്ധയോടുകൂടി ഈ കൊടും ചൂടിലും ഈ സാന്നിധ്യം കൊണ്ട് എന്നെ അനുഗ്രഹിച്ച, പ്രത്യേകിച്ച് വിദൂരങ്ങളിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി ആളുകൾ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നോമ്പ് ഒരു രൂപാന്തരത്തിന്റെ, പരിവർത്തനത്തിന്റെ, വെള്ളം വീഞ്ഞായി മാത്രം നിന്നാ പോരാ, അതിനെ പരിവർത്തന വിധേയമാക്കുവാൻ വേണ്ടാത്തതെല്ലാം മാറ്റി ആ ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടപ്പെടുന്നൊരവസ്ഥയിലേക്ക്, അതെ, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ആവാഹിച്ചുകൊണ്ട് മുൻപോട്ട് പ്രയാണം ചെയ്യുവാൻ പരിശുദ്ധ റൂഹ ബലഹീന എന്നെ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.